Hi, welcome to SET Teaching Aptitude class. നമ്മൾ ബ്രൈറ്റ് അക്കാഡമിയുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ്സിലോട്ടാണ് പോകുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ടീച്ചേഴ്സ് എക്സാമിലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരുന്നതാണ്. അപ്പോൾ നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഇതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പം ക്ലാസ്സിൽ ഉള്ള എല്ലാവർക്കും ബ്രൈറ്റ് അക്കാഡമിയുടെ പേരിലും എൻ്റെ പേരിലും എല്ലാം സ്വാഗതം പറഞ്ഞു കൊടുക്കുന്നു. അപ്പം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? ടീച്ചറെ സ്ക്രീൻ ഓക്കെ ഉണ്ട്, സ്ക്രീൻ ഓക്കെ. ഓക്കെ സർ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which one of the following is the most important quality of a good teacher? ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ പലയിടത്ത് റിപ്പീറ്റ് ചെയ്ത് കാണും. ഈ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇതിന്റെ ആൻസർ എപ്പോഴും ഒന്നായിരിക്കില്ല. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു പ്രത്യേകത നമുക്ക് ഇപ്പം വേറെ നമ്മുടെ സൈക്കോളജി നോക്കുകയാണെങ്കിലും ഒരു പർട്ടിക്കുലർ ആൻസർ എന്ന് കാണും, പക്ഷെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് അങ്ങനെ പർട്ടിക്കുലർ ആൻസർ എന്ന് കാണില്ല. ഡിപ്പെൻഡിങ് ഓൺ ദ ഓപ്ഷൻസ് നമ്മൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആൻസറിൽ എത്തിപ്പെടുന്നു. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഓപ്ഷൻസ് മാറി ചോദിക്കുമ്പോൾ ഒരു ആൻസർ അവിടെ മാറും. അതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു പ്രത്യേകത. പക്ഷെ എന്നിരുന്നാലും ക്ലാസ് റൂമിൽ പോയിട്ടുള്ള ടീച്ചേഴ്സിനെ പരിചയമൊക്കെ ഉള്ള നമുക്ക് അത് ക്രാക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ചൊന്ന് കീനായിട്ട് നമ്മുടെ ഓപ്ഷൻസിലൂടെ കടന്നു പോയാൽ നമുക്ക് ആൻസറിലോട്ട് എത്താവുന്നേ ഉള്ളൂ. ഓക്കെ, അല്ല ഇത് ബൈ ഹാർട്ട് ലേണിംഗ് പോസിബിൾ അല്ലാത്ത ഒരു ഏരിയ ആണ്, ബട്ട് സ്റ്റിൽ പ്രാക്ടീസിലൂടെ വളരെ എളുപ്പം തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. നമുക്ക് മാർക്ക് ലോസ് ചെയ്യാതെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഓഫ് എ ഗുഡ് ടീച്ചർ. ടീച്ചറിന്റെ ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അവിടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ടീച്ചേഴ്സിന്റെ ക്വാളിറ്റിയാണ്, പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏതാണെന്ന് കണ്ടെത്തണം. ഓപ്ഷൻസ് മാറുന്ന അനുസരിച്ച് നമ്മുടെ ആൻസറും മാറുന്നതായിരിക്കും. ഇപ്പൊ തന്നിരിക്കുന്നത് പങ്ക്ച്വാലിറ്റി ആൻഡ് സിൻസിയറിറ്റി. അഫ്കോഴ്സ് അതൊരു നല്ല ക്വാളിറ്റിയാണ്. ടീച്ചർ പങ്ക്ച്വൽ ആയിരിക്കണം, കറക്റ്റ് ടൈമിൽ പോർഷൻസ് തീർക്കണം, വർക്ക് സിൻസിയർ ആയിരിക്കണം, അത് നല്ല ക്വാളിറ്റി തന്നെയാണ്. പിന്നെന്താണ് കണ്ടന്റ് മാസ്റ്ററി. നമുക്ക് സബ്ജക്ട് നോളജ് നല്ലോണം ഉണ്ടാകണം. നമ്മളിപ്പോൾ ഏതാ സബ്ജക്റ്റ് ആണോ ഡീൽ ചെയ്യുന്നെങ്കിൽ എന്താണ് പഠിപ്പിക്കുന്നത് അതിനെക്കുറിച്ചുള്ള നല്ലൊരു നോളജ് ഉണ്ടായിരിക്കും, അതും ആവശ്യമുള്ള കാര്യമാണ്. പിന്നെ എന്താണ് അടുത്തത് കണ്ടന്റ് മാസ്റ്ററി ആൻഡ് റിയാക്റ്റീവ് ആയിരിക്കണം. പിന്നെന്താണ് കണ്ടന്റ് മാസ്റ്ററി ആൻഡ് സോഷ്യബിൾ. അപ്പൊ ഈ 4 ഓപ്ഷനിലും ഏതാണ്? സി ആണ് ഏറ്റവും. കണ്ടന്റ് മാസ്റ്ററി എന്താണ്? സബ്ജക്ട് നോളജ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അത് വരുമ്പോൾ അത് എന്തായാലും വരും. പക്ഷെ അത് മാത്രം പോലെ ആ കുട്ടികൾ റെസ്പോൺസീവ് ആയിരിക്കണം. റിയാക്റ്റീവ്, അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റണം. അതുപോലെ ക്ലാസ് റൂം ആണ്, പല ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് കാണും. അപ്പോൾ അവരെ മാനേജ് ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ ജസ്റ്റ് കണ്ടന്റ് നോളജ് മാത്രം കൊണ്ട് പഠിപ്പിക്കുന്ന അത് മാത്രം നമുക്ക് പറ്റില്ല. സ്കൂൾ ലെവലിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ആക്റ്റീവ് ആയിരിക്കണം, റിയാക്റ്റീവ് ആയിരിക്കണം. അത് വളരെ അത്യാവശ്യം. സോഷ്യബിൾ മാത്രമായാലും പോരാ. അപ്പം റിയാക്റ്റീവിനകത്ത് എന്ത് വരും? സോഷ്യബിളും വരും. അതിൻ്റെ അകത്ത് തന്നെ എന്തും വരുന്നുണ്ട്? സിൻസിയറിറ്റി. നമ്മൾ സിൻസിയർ ആയതുകൊണ്ടല്ലേ അവരെ കറക്റ്റ് ചെയ്യുന്നതും അവർക്ക് നമ്മൾ ആൻസർ ബാക്ക് ചെയ്യുന്നതും ഒക്കെ. അപ്പം സി കണ്ടന്റ് മാസ്റ്ററി ആൻഡ് റിയാക്റ്റീവ് ആണ് നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഫങ്ക്ച്വാലിറ്റി ഒക്കെ വേണ്ടതാണ്, പക്ഷെ അതിലും ഇമ്പോർട്ടന്റ് കണ്ടന്റ് മാസ്റ്ററി ആണ്. ഇപ്പൊ ടീച്ചറിന് നല്ല നോളജ് ഉണ്ടെങ്കിൽ ഇച്ചിരി ഒരു ക്ലാസ് 2 ക്ലാസ് വന്നിട്ടില്ല എങ്കിലും പോർഷൻസ് മനസ്സിലാകുന്ന രീതി കവറപ്പ് ചെയ്താൽ അതൊരു പ്രോബ്ലം അല്ല. അപ്പോൾ പങ്ക്ച്വാലിറ്റി ഇച്ചിരി കുറഞ്ഞു പോയാൽ അത് വേണ്ടതാണ്, എങ്കിലും കണ്ടന്റ് മാസ്റ്ററി ആണ് കൂടുതലും ഇമ്പോർട്ടന്റ്. ഓക്കെ, the primary responsibility for teacher adjustment lies with. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സിന്റെ ഇത് വേറെ നമ്മുടെ ഹയറാർക്കി ഓഫ് ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ഹയറാർക്കി ബേസ്ഡ് ഡിവിഷൻ ആണ്. ഇവിടെ ആർക്കാണ് ടീച്ചേഴ്സിനെ കൺട്രോൾ ചെയ്യുക? അത് സ്കൂളിന്റെ ഒരു മാനേജ്മെന്റ് ഫങ്ഷനിങ് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ടീച്ചേഴ്സ് ഇപ്പം ഒരു സ്കൂളിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുന്ന ആ ടൈമിൽ പ്രിൻസിപ്പൽസ് ആണ് കൺസേൺ ക്ലാസ് ഈ ടീച്ചറിനുള്ളതാണ്.
അതിന്റെ ടൈം ടേബിൾ ഫ്രെയിംവർക്ക് ടീച്ചേഴ്സ് ചെയ്യണം, ഈ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു, ബാക്കിയുള്ള ടീച്ചേഴ്സിന് തരുന്നു. അവരത് ചെയ്യുന്ന എന്തിന്റെ ബേസിസിലാണ്? പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരാണ് പ്രൈമറി ടീച്ചേഴ്സിന്റെ അഡ്ജസ്റ്റ്മെന്റ്, അവരുടെ ക്ലാസ് അഡ്ജസ്റ്റ്മെന്റ്, അതുപോലെ നമ്മളാണെങ്കിൽ ടീച്ചേഴ്സ് സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ ഒരു ഇന്ന ദിവസം ലീവ് ആണെങ്കിൽ നമ്മൾ ആരെ റിപ്പോർട്ട് ചെയ്യുന്ന? നമ്മുടെ ഹെഡിന്. അപ്പൊ ഇവിടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മളെക്കാട്ടിലും ഒരു സുപ്പീരിയർ പോസ്റ്റ് എടുത്തിരിക്കുന്ന ആരാണ്? പ്രിൻസിപ്പൾ. അപ്പൊ പ്രിൻസിപ്പളിനെ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രിൻസിപ്പൾ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഈ പീരീഡ് ഈ ടീച്ചർ കാണില്ല, അപ്പൊ വേറെ ആരെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ പോകണം. അപ്പൊ അതാണ് ഇവിടെ ചോദിക്കുന്നത്, ആരാണ് ടീച്ചേഴ്സിന്റെ റെസ്പോൺസ്, ടീച്ചർ അഡ്ജസ്റ്റ്മെന്റ്, ടീച്ചേഴ്സിന്റെ പ്രോബ്ലംസ് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ എന്താണ് സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ആരാണ്? പ്രിൻസിപ്പൾ ആണ്. അപ്പൊ പ്രിൻസിപ്പൾ ആണ് ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻ. ചിൽഡ്രൻ ആണ്, കുട്ടികൾക്കറിയാം ഇപ്പൊ ടീച്ചർ വന്നില്ല, അവര് അതിനത്ര റെസ്പോൺസിബിൾ അല്ല. കറക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ കുട്ടി എത്തണമെന്ന്, അല്ലെങ്കിൽ ടീച്ചർ അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ എത്തിയിരിക്കണമെന്ന് പ്രോപ്പർ ആയിട്ട് രാവിലെ തന്നെ ഒരു അറേഞ്ച്മെന്റ് ചെയ്യേണ്ടത് ഹെഡ് അതോറിറ്റീസ് ആണ്. വേറെ ഏത് ടീച്ചറാണ് ആ ടൈം ഫ്രീ, അപ്പൊ ആരെ 4ാമത്തെ പീരീഡ് ഇപ്പൊ ആരാണ് ഫ്രീ, അവരെ ഇങ്ങോട്ട് വിടാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത് പ്രിൻസിപ്പൾ ആണ്. ഓക്കെ, മറ്റൊരു ടീച്ചറും അല്ല, മറ്റൊരു ടീച്ചറിനും അധികം അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടെ ആർക്കാണ്? പ്രിൻസിപ്പളിനാണ് റെസ്പോൺസിബിലിറ്റി, കമ്മ്യൂണിറ്റിക്കല്ല. ഓക്കെ, which is one of the following statement, which one of the following statement is അവിടെ വരട്ടത്, which one of the following statement is correct? ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ്? കരിക്കുലം is same in all institution. എന്താണ്? എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും കരിക്കുലം സെയിം ആണ്. അത് വരുമോ? 1ാം ക്ലാസ്സിലെ കുഞ്ഞും കോളേജിലെ കുട്ടിയും എല്ലാവരും ഒരു കരിക്കുലം വെച്ചിട്ടാണോ പോകുന്നത്? അല്ല. പലർക്കും പല ഇതാണ്. പല സ്കൂളുകളിൽ നമുക്ക് പല CBSE ഡിഫറെന്റ് ആണ്, സ്റ്റേറ്റ് സിലബസ് ഡിഫറെന്റ് ആണ്, ICSE ഡിഫറെന്റ് ആണ്. അപ്പം അതെന്തായാലും തെറ്റാണ്. ഫസ്റ്റ് ഓപ്ഷൻ. കരിക്കുലം ഡസ് നോട്ട് ഇൻക്ലൂഡ് മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷൻ. അല്ല, കരിക്കുലവും സിലബസും തമ്മിലുള്ള ഡിഫറൻസ് തന്നെ എന്താണ്? കരിക്കുലം കുറച്ച് വൈഡ് ആണ്. അവിടെ ഇവാലുവേഷന്റെ കാര്യം വരുന്നു, എക്സ്ട്രാ കരിക്കുലർ എല്ലാ ആക്ടിവിറ്റീസ്, അതിന്റെ കാര്യങ്ങളെല്ലാം കരിക്കുലത്തിൽ വരുന്നുണ്ട്. പ്ലസ് ആക്ടിവിറ്റീസ് കൊടുക്കണം, അസൈൻമെന്റ്സ് കൊടുക്കണം, ഇതെല്ലാം കരിക്കുലത്തിൽ വരുന്നുണ്ട്. സിലബസിൽ അക്കാഡമിക്സുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ കൂടുതലും വരാറുള്ളൂ. സിലബസ് കുറച്ചും കൂടെ തിയറിറ്റിക്കൽ ആണ്. കരിക്കുലത്തിന്റെ അകത്ത് വരുന്ന ഒരു ഭാഗം മാത്രമാണ് സിലബസ് എന്ന് പറയുന്നത്. കരിക്കുലം കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഇതാണ്. അതുകൊണ്ട് തന്നെ C ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരും. കരിക്കുലം ഇൻക്ലൂഡ്സ് ബോത്ത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. ഫോർമൽ എഡ്യൂക്കേഷനും ഇൻഫോർമൽ എഡ്യൂക്കേഷനും എന്താണ് ഫോർമൽ എഡ്യൂക്കേഷനും ഇൻഫോർമൽ എഡ്യൂക്കേഷനും? നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതല്ലേ ഫോർമല്? നമുക്ക് കോളേജ്, സ്കൂള് ഇവിടുന്നൊക്കെ കിട്ടുന്നത്. നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നില്ലേ ഇൻഫോർമൽ? അതെ, അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. നമുക്ക് സ്കൂൾ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ബോധപൂർവ്വം നമ്മൾ നമ്മുടെ കോൺഷ്യസ് ലെവലിൽ വെച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ പഠിക്കാൻ പോവാണ്, ഇപ്പൊ ഒരു കുട്ടി സ്കൂളിൽ പോകുന്നു പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം. അപ്പൊ അവിടെ കോൺഷ്യസ്നെസ് വരുന്നുണ്ട് എങ്കിൽ അതാണ് ഫോർമൽ എഡ്യൂക്കേഷൻ. മനഃപൂർവ്വം എന്റെ ബോധപൂർവ്വം ഞാനൊരു പഠനത്തിൽ ഏർപ്പെടുമ്പോൾ അത് ഫോർമൽ എഡ്യൂക്കേഷൻ. ഇൻഫോർമൽ അങ്ങനല്ല. അതെന്താ? ഇപ്പൊ ഞാൻ എന്റെ കോൺഷ്യസ് ലെവലിൽ അറിയാം, പക്ഷെ എന്റെ സബ് കോൺഷ്യസ് ലെവലിന് അറിയാം. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി സംസാരിച്ചു തുടങ്ങുന്നത് ഇപ്പം 1 വയസ്സായി, അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും, അന്ന് തന്നെ ഫസ്റ്റ് വേർഡ് ഇല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ പ്രൊനൗൺസ് ചെയ്യോ? ഇല്ല. ഒരു ഗ്രാജുവൽ ലെവലിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ പയ്യെ അവർ പറഞ്ഞു തുടങ്ങും. അത് ഞാൻ മനഃപൂർവ്വം അറിഞ്ഞിട്ട് ഇന്ന് എന്റെ ഫസ്റ്റ് ബർത്ത്ഡേ, ഇന്ന് ഞാൻ സംസാരിക്കും എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല. അതെന്താ? ഡ്യൂ കോഴ്സിൽ സംഭവിച്ചു പോകുന്നതാണ്. ലൈഫ് തന്നെ ഒരു സ്കൂളാണെന്നുള്ള രീതിയിലാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷന് പോകുന്നത്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സിറ്റുവേഷൻസ് കൊണ്ടും എൻവയോൺമെന്റ് കൊണ്ടും ഗ്രാജുവൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഗ്രോത്ത് കൊണ്ടും നമുക്കുണ്ടാകുന്ന എഡ്യൂക്കേഷനാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. അവിടെ സ്കൂൾ എന്ന ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ആക്ഷൻ നമ്മൾ എടുക്കണമെന്നില്ല. പക്ഷെ എൻവയോൺമെന്റിന്റെ സമ്മർദ്ദം മൂലം നമ്മൾ അറിയാതെ നമ്മൾ പലതും പഠിച്ചു പോകുന്നു. അവിടെ സബ് കോൺഷ്യസ് ലെവലിന് പാർട്ടുണ്ട്, പക്ഷെ നമ്മുടെ കോൺഷ്യസ് ആക്ഷൻ അല്ല, ഡെലിബറേറ്റ് ആക്ഷൻ അല്ല എന്നൊക്കെ പറഞ്ഞു. മനഃപൂർവ്വം അല്ല നമ്മൾ പഠിക്കുന്നത് എങ്കിൽ ഇൻഫോർമൽ ആണ് എഡ്യൂക്കേഷൻ. എല്ലാവരും ഇൻഫോർമൽ എഡ്യൂക്കേഷനിലൂടെ കടന്നു പോകുന്നതാണ്. ഫോർമൽ എഡ്യൂക്കേഷൻ എന്താണ്? നമ്മൾ മനഃപൂർവ്വം ഇത്ര വയസ്സായി, നമ്മൾ അവിടെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും കുട്ടിയെ കറക്റ്റ് ആയിട്ട് June 1 ക്ലാസ് തുടങ്ങി, അതെല്ലാം പ്ലാൻഡ് ആണ്, എല്ലാം സ്ട്രക്ചേർഡ് ആണ്. അതാണ് ഫോർമൽ എഡ്യൂക്കേഷൻ. സ്കൂളിൽ പോയി പറഞ്ഞിരിക്കുന്ന കറക്റ്റ് ആൻസർ ആണ്. സ്കൂള് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതിനായിട്ട് കൺസേൺ ആയിട്ടുള്ള എൻവയോൺമെന്റ് ഒക്കെ സെറ്റപ്പ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുന്നു, ഒരു ടീച്ചറുണ്ട്, കുട്ടിയുണ്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ അത് ഫോർമൽ എഡ്യൂക്കേഷൻ. ഇതൊന്നും അല്ലാതെ വേൾഡ്, നേച്ചർ ഒക്കെ തന്നെ
സ്കൂളായി മാറുന്നു അല്ലെ. നമുക്ക് ലേണിംഗ് അവിടെ നിന്ന് തന്നെ കിട്ടുന്നു നാച്ചുറലി, ബോധപൂർവ്വം ഒന്നും പഠിക്കുന്നില്ല, ജീവിതത്തിന്റെ വഴികളിലൂടെ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. ഈ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ഉണ്ട്, അതെന്താണ്? ഫോർമൽ എഡ്യൂക്കേഷൻ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, പിന്നെ ഒരു എഡ്യൂക്കേഷൻ ആണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. അതെന്താണ്? ഫാമിലിന്നൊക്കെ കിട്ടുന്നതാണോ? അത് ഇൻഫോർമൽ എഡ്യൂക്കേഷന്റെ അകത്ത് വരും, ഫാമിലിന്ന് വരും. നോൺ ഫോർമൽ എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പൺ സ്കൂൾ എഡ്യൂക്കേഷൻ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയത്തില്ല, ഇപ്പോഴൊക്കെ നടക്കുന്ന. ഇപ്പൊ നമുക്ക് എല്ലായ്പ്പോഴും ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുവാണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റത്തില്ല. ഓപ്പൺ, നമ്മുടെ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുമ്പോൾ ഉള്ള അതാണ് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് എഡ്യൂക്കേഷൻ. അതാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. അവിടെ നമ്മൾ കറക്റ്റ് സ്കൂളിൽ പോകുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഒരു പാർഷ്യലി നമ്മൾ അവിടെ കോൺഷ്യസ് ആണ് ആക്ഷൻ, നമ്മൾ പഠിക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. പക്ഷെ എന്താ കറക്റ്റ് ഒരു സെറ്റപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. പഠിക്കുന്ന കറക്റ്റ് ഒരു സ്കൂൾ എക്സ്പീരിയൻസ് ഫേസ് ടു ഫേസ് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ എങ്കിലും ഡിസ്റ്റന്റ് ഒരു വെർച്വൽ വേൾഡിലൂടെ പഠിക്കുന്നു. അവിടെ ചിലപ്പോൾ നമ്മൾ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യണം, വെച്ചാൽ അസൈൻമെന്റ്സ് ചെയ്യുന്നു, ഒരു കംപ്ലീറ്റ് ആയിട്ട് ഇത് വരുന്നത്. നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിലോ ഇതിൽ പോയി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാതെ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, അതിനെയൊക്കെയാണ് നമ്മൾ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഫോർമൽ അല്ല, അവിടെ പാർഷ്യൽ ആയിട്ട് നമ്മൾ എന്താണ് ഇത് നടക്കുന്നുള്ളൂ. അവിടെ കോൺഷ്യസ് ലെവലുണ്ട്, ബോധപൂർവം ചെയ്യുന്നുണ്ട്, പക്ഷെ കറക്റ്റ് ഒരു സ്കൂൾ എൻവയോൺമെന്റോ കോളേജ് എൻവയോൺമെന്റോ നമുക്ക് കംപ്ലീറ്റ്ലി കിട്ടുന്നില്ലല്ലോ. അപ്പൊ അത് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. അവിടെ നമ്മൾ കുറച്ച് ഫ്രീയുമാണ്, റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കാണുന്നു, കുറച്ചൊക്കെ റൂൾസ് റെഗുലേഷൻസിൽ ചേഞ്ച് ഉണ്ട്. അപ്പൊ അതാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. ഓക്കെ. ഫോർമൽ എഡ്യൂക്കേഷൻ ഭയങ്കര സ്ട്രക്ചേർഡ് ആണ്. അവിടെ എന്താണ്, അവിടെ എല്ലാ റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്, യൂണിഫോംസ് ഉണ്ട്, ക്രൈറ്റീരിയാസ് ഉണ്ട്, എല്ലാം പ്ലാൻഡ് ആണ്, കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്നതാണ്. ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അങ്ങനല്ല, അത് നാച്ചുറൽ ആയിട്ട് നടന്നു പോകുന്നതാണ്. ലൈഫ് ജേർണിയിൽ നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിൽ നടക്കുന്നതാണ്, നമ്മൾ ഡെലിബറേറ്റ് അല്ല. ആക്സിഡന്റ് എപ്പോഴാണ് ഞാൻ സംസാരിച്ചു തുടങ്ങിയെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ട്, ഏത് ദിവസമാണ് ആദ്യമായിട്ട് സംസാരിച്ചത്, എപ്പോഴും അങ്ങനെ അങ്ങ് നടന്നു പോയതാണ്. അതാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. അപ്പൊ കരിക്കുലം എങ്ങനെയാണ്? കരിക്കുലത്തിൽ ബോത്ത് ഫോർമൽ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ വരും. അത് എങ്ങനെ വരും എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കുട്ടികൾക്ക് എന്താ ഈ എക്സ്കേർഷൻ, അവരെ ട്രിപ്പിന് കൊണ്ടുപോകണു എന്നൊക്കെ ഉള്ള കാര്യം എന്തുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ, അവരുടെ മനസ്സിൽ എന്താണ് ഒരു കൂട്ടുകാർ ട്രിപ്പ്, പക്ഷെ അവരറിയാതെ അവർക്ക് എന്ത് സംഭവിക്കുന്നു, അവർ പഠിച്ച കാര്യങ്ങൾ ഇല്ല, ഇപ്പൊ എന്താണ് അവര് ഹാരപ്പൻ സിവിലൈസേഷൻ ഒക്കെ പഠിക്കണം, അത് കൊണ്ടുപോയി കാണിക്കുമ്പോഴത്തേക്കും അവർക്ക് ഇപ്പൊ അത്ര ഇൻട്രസ്റ്റഡ് അല്ലാത്ത കുട്ടികൾ എന്താണ് ആ പുസ്തകത്തിൽ കണ്ട അതേ പിക്ചർ അതുപോലാണ്, അവർക്ക് കുറച്ചും കൂടെ അവരുടെ മെമ്മറി നിൽക്കാൻ, ഡെലിബറേറ്റ് ആയിട്ട് അവർ പഠിക്കണം എന്നുള്ള ചിന്തയൊന്നും അവരുടെ മനസ്സിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷെ എങ്കിലും എന്ത് സംഭവിക്കുന്നു, അവരറിയാതെ ആ ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ അവരുടെ മനസ്സിലോട്ട് അത് കടന്നുകൂടുന്നു. പിന്നെ എന്താ അവരുടെ വേറെ അവര് ഇപ്പം സ്പോർട്സ് കോമ്പറ്റീഷൻ നടത്തുമ്പോഴാണ് ചില കുട്ടികൾക്ക് മനസ്സിലാകുന്നത് എന്ത്, ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ചും കൂടെ ഒക്കെ ഓടാനൊക്കെ പറ്റുന്നുണ്ട്, ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഞാൻ എന്താണ് കുറച്ചും കൂടെ ആക്റ്റീവാണ്. അപ്പൊ അവിടെയൊക്കെ ഇൻഫോർമൽ ലേണിംഗ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ കരിക്കുലത്തിൽ എന്തുണ്ട്, ബോത്ത് ഫോർമലും ഇൻഫോർമലും ഉണ്ട്. സിലബസിൽ എന്താണ്, എല്ലാം ഫോർമലാണ്, കുറച്ചുകൂടെ എല്ലാം സ്ട്രക്ചർ ചെയ്ത് വെച്ച്. സിലബസ് കുറച്ചുകൂടെ ഫോർമൽ, സിലബസ് കരിക്കുലത്തിന്റെ അകത്ത് വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ. നാലാമത്തെ ഓപ്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. സിലബസ് ഇസ് ആൻ അനെക്സ്റ്റഡ് ടു കരിക്കുലം അല്ല. സിലബസ് കരിക്കുലത്തിനേക്കാൾ വലുതല്ല, കരിക്കുലം ആണ് വലിയ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം, സിലബസ് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഓക്കെ അല്ലേ? നേരത്തെ നമ്മൾ ആദ്യം കണ്ട ക്വസ്റ്റ്യന്റെ ഒരു വേറെ രീതി തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എ സക്സസ്ഫുൾ ടീച്ചർ ഈസ് വൺ ഹൂ ഈസ് compassionate and disciplinarian, quiet and reactive, tolerant and dominating, passive and active. ഇവിടെ എന്തുകൊണ്ട് കമ്പാഷനേറ്റ് ആൻഡ് ഡിസിപ്ലിനേറിയൻ ആൻസർ ആയിട്ട് വന്നു? എന്തായിരിക്കും അതിനുള്ള റീസൺ? ബാക്കിയുള്ളത് എന്തുകൊണ്ട് ആൻസർ ആയില്ല? ബി എന്തുകൊണ്ടായില്ല? ക്വയറ്റ് ആൻഡ് റിയാക്റ്റീവ്. ഒരു ടീച്ചർ സക്സസ്ഫുൾ ടീച്ചർ ആകുമ്പോഴത്തേക്കും എന്താ, നമ്മൾ പഠിക്കുന്നുണ്ട് ക്ലാസ് മാനേജ്മെന്റ് എന്നുള്ളൊരു കാര്യം വേണം. അത് വളരെ ഒച്ച വെച്ച് പ്രശ്നമുണ്ടാക്കി എന്നുള്ള രീതിയിലല്ല, പക്ഷെ എങ്കിലും എന്താണ്, റിയാക്റ്റീവ് ആകണം. ഭയങ്കര റിയാക്റ്റീവ് ആയിക്കൂടാ എന്നും പറഞ്ഞ് ക്വയറ്റും ആയിക്കൂടാ. നമ്മൾ വളരെ ക്വയറ്റ് ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, കുട്ടികൾ വളരെ ഒച്ച ഉണ്ടാക്കി നമ്മുടെ ക്ലാസ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് പോകും. അപ്പൊ ക്വയറ്റ് ആകുക എന്നുള്ളത് കറക്റ്റ് അല്ല. വി ഷുഡ് കറക്റ്റ് ദം അല്ലെ, ടീച്ചേഴ്സ് കറക്റ്റ് ചെയ്യണം. അത് ഏത് വേ എടുക്കാന്ന് ടീച്ചറിന്റെ എന്താണ് ടീച്ചറിന്റെ മനോധർമ്മം അനുസരിച്ച് എടുക്കാം. പക്ഷെ അല്ലാത്ത കേസിന് ക്വയറ്റ് ആയിക്കൂടാ, കംപ്ലീറ്റ് ആയിട്ട് ക്വയറ്റ് ആയിക്കൂടാ.
അപ്പൊ ബി അതുകൊണ്ട് ക്വയറ്റ് അവിടെ വന്നത് കൊണ്ട് അത് റോങ് ആണ്. നെക്സ്റ്റ് എന്താണ് ടോളറന്റ് ആൻഡ് ഡോമി, എല്ലാം സഹിക്കുന്ന ഒരു ഇതായിരിക്കണം. പിന്നെ ഒരു അതിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതാണ് ഡോമിനേറ്റിംഗ്, അവരെ ഭരിക്കുന്ന ഒരു രീതിയിലോട്ട്. പക്ഷെ അങ്ങനെ ആയിക്കൂടെ അല്ലെ. ഇപ്പൊ നമ്മൾ ടീച്ചർ സെൻട്രിക് അല്ല, നമ്മൾ ലേണർ സെൻട്രിക് ആയിട്ടുള്ള ഇതാണ് ഫോളോ ചെയ്യുന്നത്. ടോളറന്റ് എന്ന് പറയുമ്പോൾ വളരെ അങ്ങ് എല്ലാം സഹിക്കുന്ന ഒരു അതും ആയിക്കൂടാ. ആ ക്വയറ്റിന്റെ അതേ ഒരു മീനിങ് പോലൊക്കെ വരും ടോളറന്റ്. റിയാക്റ്റീവിന്റെ ഒരു ഡോമിനേറ്റിംഗ് എന്ന് വെച്ചാൽ ടീച്ചർ സെൻട്രിക് ആയിട്ട് ടീച്ചർ പറയുന്നത് ഇപ്പൊ തെറ്റാണെങ്കിലും കുട്ടികൾ അത് ആക്സെപ്റ്റ് ചെയ്തോണം എന്നുള്ള രീതിയിൽ ഡോമിനേറ്റിംഗ് ആകുന്നു. അതൊരു സക്സസ്ഫുൾ ടീച്ചറിന് നല്ല കാര്യമല്ല. പിന്നെന്താ പാസീവ് ആൻഡ് ആക്റ്റീവ്, രണ്ടും ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിലെല്ലാം എന്താണ് BCDയിൽ ഒരെണ്ണത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ എക്സ്ട്രീം ലെവലിൽ ടീച്ചർ ആയിക്കോട്ടെ, കുറച്ചൊരു എല്ലാം മാനേജ് ചെയ്യുന്ന പോകുന്ന രീതിയിലായിരിക്കണം ടീച്ചറിന്റെ ബിഹേവിയർ. എന്നാലേ എന്താകൂ സക്സസ്ഫുൾ ആകൂ എന്നാണ് അക്കോർഡിംഗ് ടു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് തിയറീസ്. ഓക്കെ, അതെന്താണ് പാസീവ് ആയിരിക്കണം ആക്റ്റീവ് ആയിരിക്കണം ഒരേ സമയം. പാസീവ് ആക്റ്റീവ് അത് എക്സ്ട്രീം ലെവലാണ്. പാസീവ് എന്ന് വെച്ചാൽ ഒന്നിനും റെസ്പോണ്ട് ചെയ്യാതെ അങ്ങ് പോവുക. ആക്റ്റീവ് എന്ന് വെച്ചാൽ എല്ലാം ചാടിക്കേറി റെസ്പോണ്ട് ചെയ്യുക, ഇല്ലെങ്കിൽ എല്ലാം ചാടിക്കേറി അങ്ങ്, അത് അങ്ങനെയും ആയിക്കൂടാ. അപ്പൊ കമ്പാഷനേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു വർക്കിനോട് നമുക്ക് പാഷൻ ഉണ്ടാകുക. ഓക്കെ, നമ്മൾ കുറച്ചും കൂടി കൈൻഡ് ആയിട്ട് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട്, അതുപോലെ തന്നെ എന്താണ് അതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യുക. ഓക്കെ, അതിൽ തന്നെ എന്ത് സംഭവിക്കും, ആ ഒരു വർക്ക് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതാണ് കമ്പാഷനേറ്റ്. അതിന്റെ കൂടെ വന്നിരിക്കുന്നതാണ് ഡിസിപ്ലിനേറിയൻ. ഡിസിപ്ലിനും കൂടെ ഉണ്ടെങ്കിൽ എന്താണ് പ്രോപ്പർ ആയിട്ട് പങ്ക്ച്വൽ ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. കമ്പാഷനേറ്റ് ആയിരിക്കും വെച്ചാൽ ആ ഒരു ടീച്ചിങ് ജോബിൽ അതിനെ എൻജോയ് ചെയ്യുക, അതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യുക, അത് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു തോട്ടൊക്കെ ഉണ്ടാവുക. അപ്പൊ ആ ഒരു കമ്പാഷനേറ്റ് ആകുന്നത് നല്ല ചെയ്യുന്ന ഒരു സിൻസിയറിറ്റിയുടെ ഒക്കെ ഒരു നല്ലൊരു ലെവലാണ് കമ്പാഷനേറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ 4 ഓപ്ഷൻസിലും സക്സസ്ഫുൾ ടീച്ചറിന് വേണ്ടത് എന്താണ്, കമ്പാഷനേറ്റ് ആയിരിക്കുക. അതിന്റെ കൂടെ ഡിസിപ്ലിനേറിയൻ, ഇപ്പൊ ഡിസിപ്ലിനേറിയൻ മാത്രമായിരുന്നെങ്കിൽ അത്ര കറക്റ്റ് ആവത്തില്ല. ഡിസിപ്ലിൻ മാത്രം പോലെ എന്ത് വേണം, ചെയ്യുന്ന വർക്ക് നമുക്കൊരു ഇഷ്ടവും വേണം. അപ്പൊ കമ്പാഷനേറ്റും ഡിസിപ്ലിനേറിയൻ ആണ് സക്സസ്ഫുൾ. ഇത് എപ്പോഴും കാണാപ്പാടെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ വരുമ്പോൾ അതായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എപ്പോഴും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനും ഓപ്ഷൻസും നല്ല രീതിയിൽ വായിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, ആൻസറിലോട്ട് എത്താം. ചാടിക്കയറി ചെയ്യരുത്. കാര്യം നമ്മുടെ 4 ഓപ്ഷനുകളിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും സക്സസ്ഫുൾ ടീച്ചർ കമ്പാഷനേറ്റ് അത് കാണുമ്പോൾ അതിനെക്കാട്ടിലും നല്ല ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും. അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലംസ് ഓഫ് ചിൽഡ്രൻ, അതാണ് ടീച്ചറിന് ഇച്ചിരി കൂടുതലായിട്ട് വേണ്ടത്. ഇപ്പൊ കമ്പാഷനേറ്റ് ഡിസിപ്ലിനേറ്റ് എല്ലാം ആണ്, പക്ഷെ കുട്ടികളുടെ ഒന്നും കുട്ടികൾക്ക് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ടീച്ചർ അല്ല. ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല, അപ്പൊ നമുക്കത് ചൂസ് ചെയ്യണ്ട. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. കുട്ടികളുടെ ബുദ്ധിമുട്ട് ടീച്ചർ മനസ്സിലാക്കണം, അവർക്കത് മനസ്സിലാവുന്നുണ്ടോ, അവർ ക്ലാസ്സിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യം. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായാലും നമ്മൾ അതിലോട്ട് പോകാൻ. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ തന്നിരിക്കുന്ന 4 ഏറ്റവും ബെസ്റ്റ് ഏതാണ്, കമ്പാഷനറ്റ് ആയിരിക്കുക, പാഷൻ ഉണ്ട്, ആ ജോബിന് ഇൻട്രസ്റ്റോടെ ചെയ്യുക. പിന്നെന്താണ് ഡിസിപ്ലിനേറിയൻ, കുറച്ച് അതിന്റെ കൂടെ തന്നെ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ് അല്ലേ, വർക്കും കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സക്സസ്ഫുൾ ടീച്ചർ ഈസ് വൺ ഹൂ ഈസ് കമ്പാഷനേറ്റ് ആൻഡ് ഡിസിപ്ലിനേറിയൻ. ഇതൊരു എന്താ ഫാക്ച്വൽ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ആസ് പെർ ദ NCT നോംസ്, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, നമ്മുടെ BEdഉം DLEdഉം ഒക്കെ വരുന്ന ടീച്ചർ എഡ്യൂക്കേഷൻ നോംസ്, വാട്ട് ഷുഡ് ബി ദ സ്റ്റാഫ് സ്ട്രെങ്ത് ഫോർ എ യൂണിറ്റ് ഓഫ് 100 സ്റ്റുഡൻസ് അറ്റ് BEd ലെവൽ. അപ്പൊ BEd ലെവലിൽ 100 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എത്ര സ്റ്റാഫ്സ് വേണം എന്നാണ് NCT ആണ് BEd ടീച്ചിങ്, അതിന്റെ കരിക്കുലം, അതിന്റെ ഫ്രെയിം വർക്കിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ നമ്മുടെ DLEd അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ NCTയുടെ ഇതിൽ വരുന്നതാണ്, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. അപ്പം അതിന്റെ നോംസ് എന്ന് വെച്ചാൽ റൂൾസ് അനുസരിച്ച് ഒരു 100 സ്റ്റുഡൻസ് BEd ലെവലിൽ ഒരു എത്ര ടീച്ചേഴ്സ് വേണമെന്നാണ്, 1+10 ആണ്. ഇതൊരു ഫാക്ച്വൽ, അത് ഇങ്ങനെ പഠിച്ചു വെച്ചേക്കെ. NCT 100 സ്റ്റുഡൻസ് BEd ലെവലിൽ ഉണ്ടെങ്കിൽ 1+10 എന്നുള്ള രീതിയിലായിരിക്കണം സ്റ്റാഫ് സ്ട്രെങ്ത് ഉണ്ടാവേണ്ടത്. ഓക്കെ, some students in a class exhibit great curiosity for learning. It may be because children. അപ്പം എന്താ ചില സ്റ്റുഡൻസ് ക്യൂരിയോസിറ്റി എന്ന് വെച്ചാൽ അവർക്ക് അറിയാനുള്ള, അറിവ് നേടാനുള്ള ഒരു ആഗ്രഹം, അറിയാൻ വേണ്ടി ചോദ്യം ചോദിക്കുക. ക്യൂരിയോസിറ്റിയുടെ ഒരു ബെസ്റ്റ് റിയാക്ഷൻ ആണ് ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ. അപ്പൊ സം സ്റ്റുഡൻസ്, ചില കുട്ടികൾക്ക് എന്താണ് ക്ലാസ്സിൽ അവരുടെ ഒരു പ്രകടനം ഭയങ്കര ക്യൂരിയസ് ആണ്, അറിയാൻ എപ്പോഴും അവർക്കൊരു, നമ്മുടെ മലയാളത്തിൽ പറയുമ്പോൾ ത്വരയുണ്ട്. ഓക്കെ,
ഇറ്റ് മേ ബി ബിക്കോസ് ചിൽഡ്രൻ. എന്തുകൊണ്ടായിരിക്കണം? അവർ ഗിഫ്റ്റഡ് ആയതുകൊണ്ടാണോ, വലിയ റിച്ച് ഫാമിലിയിൽ നിന്ന് വരുന്നതുകൊണ്ടാണോ, അത് എന്താണ് അവർക്ക് ആർട്ടിഫിഷ്യൽ അവർ ഉണ്ടാക്കുന്ന സ്വഭാവമാണോ, ക്രിയേറ്റ് ഡിസിപ്ലിൻ ക്ലാസ്, എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം നമുക്ക് ഒരു രീതിയിൽ കറക്റ്റ് ആയിട്ട് വരാം അല്ലേ? അവിടെ ആർ ഗിഫ്റ്റഡ് എന്ന് പറയുന്നത് തിയറിറ്റിക്കലി ആർ ഗിഫ്റ്റഡ് ആണ്. പക്ഷെ ചിലപ്പോൾ ചില കേസുകളിൽ നമ്മൾ ക്ലാസ് റൂമിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ എന്താണ് അവരിലോട്ടൊരു ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ബിഹേവിയർ എടുക്കുന്നതായിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ എക്സാംസിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ റിയൽ ലൈഫിൽ ഈ പറഞ്ഞ തിയറി ഒന്നും നടന്നില്ലെങ്കിലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ പ്രത്യേകത ഉണ്ടാകും. നമ്മളിപ്പം ക്ലാസ്സിൽ അവരെ മാനേജ് ചെയ്യാൻ ഭയങ്കര കമ്പാഷൻ, ഭയങ്കര സ്നേഹത്തോടെ പെരുമാറണമെന്നായിരിക്കും ഇവിടെ ആൻസർ വരുന്നത്. ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ക്ലാസ് റൂമിൽ നമ്മൾ അങ്ങനെ അല്ലായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അത് നമുക്കിവിടെ ആൻസർ ആയിട്ട് ആരും കൊടുക്കരുത്. അങ്ങനെ കൊടുക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചിട്ട് അങ്ങനത്തെ രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. അല്ലാതെ ജനറൽ ആയിട്ട് വരുമ്പോൾ ഇപ്പൊ ഇവിടെ നോക്കി ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷെ നമ്മൾ ക്ലാസ് റൂമിൽ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ക്ലാസ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാനോ ഇല്ലെങ്കിൽ എന്താണ് ഒരു കുട്ടിയിലോട്ട് കൂടുതൽ അവർ നമ്മൾ ശ്രദ്ധ പോകാനോ അറ്റൻഷൻ കിട്ടാനോ വേണ്ടി അവരെടുക്കുന്ന ആർട്ടിഫിഷ്യൽ ബിഹേവിയർ എന്നുള്ളത് പ്രാക്ടിക്കൽ ലൈഫ് കറക്റ്റ് ആയിരിക്കാം. പക്ഷെ നമുക്ക് അത് കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നല്ല കുട്ടികളെ നല്ലവരാക്കിയിട്ടുള്ള രീതിയിലുള്ള ആൻസറുകളെ നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഭയങ്കര കാമായിട്ട് ഉള്ള കാര്യങ്ങളെ നമുക്ക് കൂടുതലും ചൂസ് ചെയ്യാൻ പറ്റും. അതൊന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ചിലപ്പോൾ നമ്മുടെ റിയൽ ക്ലാസ് റൂം എക്സ്പീരിയൻസ് നമുക്ക് ഇതൊന്നും അല്ലായിരിക്കും നടക്കുന്നത്. പക്ഷെ എങ്കിലും നമ്മൾ ഇവിടെ ആൻസർ ചൂസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ടീച്ചിങ് കരിയറിലൊക്കെ അത് ഹെൽപ്പ് ചെയ്യുമായിരിക്കും. പക്ഷെ ഈ ഒരു കേസിലോട്ട് വരുമ്പോൾ എക്സാംസിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും കൂടുതലും നമ്മൾ എന്താ കുറച്ച് ഡീസൻ അവരുടെ ആ ഒരു നല്ല കേസിലെ കൂടുതലും നോക്കാറുള്ളൂ. അല്ല നമ്മൾ അവരെ പണിഷ് ചെയ്യുമെന്നൊന്നും നമുക്ക് ഒരു കാരണവശാലും ആരും അങ്ങനത്തെ ഓപ്ഷൻ ഒന്നും ആവശ്യമില്ലാതെ എന്താ ബബിൾ ചെയ്യരുത്. അത് റോങ് ആയി പോകും. മേ ബി ചില അവസരങ്ങളിൽ അവരെ പണിഷ് ചെയ്യേണ്ടതായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. സോ റോങ്, നമുക്ക് അവർ സ്കോൾഡ് ചെയ്യേണ്ടി വരും. പക്ഷെ അതൊന്നും നമുക്ക് ആൻസർ ആയിട്ട് അധികവും ചൂസ് ചെയ്യരുത്. അത്രയ്ക്കും അത് ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രമേ ചൂസ് ചെയ്യാവൂ. അല്ലെങ്കിൽ ഭയങ്കര ഇപ്പൊ അവർ ഗിഫ്റ്റഡ് ആയതുകൊണ്ട് ഇല്ലെങ്കിൽ നമ്മൾ അവരെ പൊളൈറ്റ് ആയിട്ട് പറഞ്ഞ് കറക്റ്റ് ചെയ്യും, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ മാത്രമേ അവരോട് പൊളൈറ്റ് ആയിട്ട് സംസാരിക്കും, അവരെ മനസ്സിലാക്കിപ്പിക്കും എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ കറക്റ്റ് ആവും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്ഷൻസ് ചെയ്യുന്ന കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാവുള്ളൂ. ഓക്കെ, പ്രത്യേകിച്ച് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ബാക്കിയുള്ളതിനൊക്കെ ഇപ്പൊ ആരാണ് എന്താ പറയണ്ടേ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയുടെ ഫാദർ എന്ന് ചോദിച്ചാൽ പിയാഷെ. അത് ഒറ്റ ആൻസറേ ഉള്ളൂ. പക്ഷെ അതുപോലെയുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ കുറച്ച് എന്താ പറഞ്ഞ നമ്മൾ ഇച്ചിരി ചിന്തിച്ച് സമാധാനപരമായി ആലോചിച്ച് നമ്മൾ ക്ലാസ് റൂമിൽ നിൽക്കുന്നു, കുട്ടി വഴക്കുണ്ടാക്കുന്നു, നമ്മൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു, അവൻ ഓക്കെ ആകുന്നു, ക്ലാസ് കാം ആകുന്നു. ഇങ്ങനൊരു ഇമേജ് ആയിരിക്കണം നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് സം സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് എക്സിബിറ്റ് ഗ്രേറ്റ് ക്യൂരിയോസിറ്റി. അവർ വളരെ ക്യൂരിയോസിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ അവർ എന്ത് സ്റ്റുഡൻസ് ആണ്? നമ്മൾ ഗിഫ്റ്റഡ്, നമ്മൾ ടൈപ്സ് ഓഫ് സ്റ്റുഡൻസ് നോക്കുമ്പോൾ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ഉണ്ട്, ആവറേജ് സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ എന്താ ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള പല കാറ്റഗറി ഉണ്ട്. ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ പഠിക്കാൻ വളരെ മുന്നോട്ട് നിൽക്കുന്ന എക്സലന്റ് ലെവൽ ഓഫ് എന്താണ് കാണിക്കുന്ന IQ ലെവലൊക്കെ വളരെ കൂടിയവരായിരിക്കും. ഓക്കെ, മോർ ദാൻ 100, 120 ഒക്കെ IQ ഉള്ള കുട്ടികളായിട്ടാണ് നമ്മൾ ഗിഫ്റ്റഡ് സ്റ്റുഡൻസിനെ കാണുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വീണ്ടും വീണ്ടും അറിവിനോടും പഠിക്കാനും ഇതൊന്നും പോരാ, കൂടുതൽ അറിയണം എന്നുള്ള ചിന്തയൊക്കെ വരുന്നത്. റിച്ച് ഫാമിലിയിൽ നിന്ന് വരുന്നതുകൊണ്ടൊന്നുമല്ല, നമ്മുടെ ഫാമിലി സ്റ്റാറ്റസ് നമ്മൾ പഠിക്കുന്ന കാര്യത്തിന് അത്രയ്ക്കങ്ങ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമൊന്നുമല്ല. അത് അത്രയ്ക്ക് നല്ല അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമല്ല. പഠിക്കുക എന്നുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അത് ഫാമിലി റിച്ചോ പൂറോ അതൊന്നും ബാധിക്കുന്നതല്ല. പിന്നെന്താണ് ആർട്ടിഫിഷ്യൽ ബിഹേവിയർ എടുക്കുക, അതും ഇവിടെ റോങ് ആണ്. അങ്ങനെ എപ്പോഴും ആർട്ടിഫിഷ്യൽ എടുക്കേണ്ട. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസിനാണ് ക്യൂരിയോസിറ്റി ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത്. പിന്നെന്താ ആ കുട്ടികൾ ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനെക്കാട്ടിലും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താ? അവർ ഗിഫ്റ്റഡ് ആണ് ആ സ്റ്റുഡൻസ്. അവര് ഡിസിപ്ലിൻ ക്രിയേറ്റ് ഒരു രീതിയിൽ പറഞ്ഞ ഡിസിപ്ലിൻ ഇല്ലാതാകും. മേ ബി വളരെ കാമായിട്ട് പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾ ഒച്ച ഉണ്ടാക്കുമ്പോൾ ഡിസിപ്ലിൻ പോകാനാണ് ചാൻസ്. തന്നിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ആ കുട്ടികൾ ഗിഫ്റ്റഡ് ആണ്, അതുകൊണ്ടാണ് അവർക്ക് പഠിക്കാനുള്ള ക്യൂരിയോസിറ്റി കൂടുതൽ. ഇവിടെ നമ്മൾ ആ ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് പഠിച്ചോ എന്നുള്ള ഒരു അനാലിസിസ് ആണ് ഈ ക്വസ്റ്റ്യൻ നടത്തുന്നത്. ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നതാണ് ക്യൂരിയോസിറ്റി ഓഫ് ലേണിംഗ്, കൂടുതൽ അറിയാനുള്ള ആഗ്രഹം. ആ ഒരു ത്വരയുള്ളത് ആർക്കാണ്? ഗിഫ്റ്റഡ് സ്റ്റുഡൻസിനാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ക്യൂരിയോസിറ്റി ഓഫ് ലേണിംഗ് വരുമ്പോൾ അവർ ഏത് തരം ചിൽഡ്രൻ ആണ്? ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ?
ടീച്ചറെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വാളിറ്റി ഓഫ് എ ഗുഡ് ടീച്ചർ. നമ്മൾ ആദ്യം കണ്ടതിന്റെ അത് ഏകദേശം അതുപോലെ തന്നെയാണ്, പക്ഷെ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയാൽ മാറി. സൗണ്ട് നോളജ് ഓഫ് സബ്ജക്ട് മാറ്റർ. നമ്മൾ കണ്ടന്റ് നോളജിൽ കോണ്ടന്റ് നോളജ് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, കോണ്ടന്റ് മാസ്റ്ററി, ആ സെയിം സാധനമാണ് സബ്ജക്ട് നോളജ്. സൗണ്ട് നോളജ് എന്ന് വെച്ചാൽ നമ്മുടെ ഡീപ്പ് ആയിട്ടുള്ള നോളജ്. ഓക്കെ, സൗണ്ട് നോളജ് ഓഫ് സബ്ജക്ട് മാറ്റർ. പിന്നെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതും വേണ്ടതാണ്. പക്ഷെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം, പക്ഷെ പറയേണ്ട കാര്യത്തിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണ ഇല്ലെങ്കിൽ എന്താണ് അവിടെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പക്ഷെ എനിക്ക് ആ കാര്യത്തെ കുറിച്ച് ഒന്നും അറിയില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ്? അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുവെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. പിന്നെ എന്താണ് കൺസേൺ ഫോർ സ്റ്റുഡൻസ് വെൽഫെയർ. അതെ, അത് വേണം. അത് ആസ് എ ടീച്ചർ, ആസ് എ ഗുഡ് പേഴ്സൺ, ഒരു നല്ല വ്യക്തി എന്നുള്ള രീതിയിൽ എന്താണ് ആ സ്റ്റുഡൻസിന്റെ വെൽഫെയർ നമ്മൾ ചിന്തിക്കാൻ നല്ലൊരു ടീച്ചർ വേണം. പക്ഷെ എങ്കിലും എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടീച്ചറിന് വേണ്ടത്, ബേസിക്കലി സൈഡായിട്ട് എന്തൊക്കെ വന്നാലും ഒരു ടീച്ചർ എന്തിനാണ് പോകുന്നത്? ഫെസിലിറ്റേറ്റർ ആണ്. നോളജ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, ഇല്ലെങ്കിൽ ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് എന്ത് വേണം? ആ പഠിപ്പിക്കുന്ന സബ്ജക്ട് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. കോണ്ടന്റ് മാസ്റ്ററി, ഇല്ലെങ്കിൽ സൗണ്ട് നോളജ് ഇൻ സബ്ജക്ട് മാറ്റർ, അല്ലെങ്കിൽ എന്താ ഡീപ്പ് നോളജ് ഇൻ സബ്ജക്ട് മാറ്റർ, മാസ്റ്റർ ഇൻ ദ സബ്ജക്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ പഠിപ്പിക്കുന്നത്, ഏത് വിഷയമാണോ ഡീൽ ചെയ്യുന്നത്, അതിനകത്തുള്ള ബെസ്റ്റ് നോളജ്, അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അതിന് ശേഷമാണ് എന്ത് കുട്ടികളെ കുറിച്ച് അവരുടെ ഈ പറയുന്ന പോലെ എന്താ അവരുടെ സ്റ്റുഡൻസിന്റെ വെൽഫെയർ ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. എന്തിനാണ്? അവർ നാളെ വളർന്ന് വലിയ നല്ല നിലയിൽ എത്തണം, സന്തോഷത്തോടെ ജീവിക്കണം. അപ്പൊ അത് അവിടെ വരുന്നുണ്ട് സൈഡായിട്ട്, പ്രത്യേകം വരുന്ന എല്ലാ എന്താ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അവിടെ വരുന്നുണ്ട്. എഫക്റ്റീവ് ലീഡർഷിപ്പ് ക്വാളിറ്റി അതും വേണം. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് എന്താണ്? സബ്ജക്ട് നോളജ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെന്താ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയണം നല്ലോണം. ആദ്യം നമ്മൾ എല്ലാം പഠിച്ചു വെക്കണം നമ്മുടെ വിഷയത്തിൽ. നമുക്ക് ആ സബ്ജക്ട് നോളജ് വേണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. കുട്ടികൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ അവർക്കൊരു മോഡൽ ആകണം, ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം എന്നുള്ളതൊക്കെ. അപ്പൊ ഏറ്റവും 4 ഇമ്പോർട്ടന്റ് സബ്ജക്ട് നോളജ് ആണ്. ഓക്കെ, സബ്ജക്ട് നോളജ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് അപ്രോപ്രിയേറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ്? ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നിന്ന്? വെരി ഇൻഫോർമൽ ആൻഡ് ഇന്റിമേറ്റ്, വളരെ ഫ്രണ്ട്ലി ആയിട്ട്. ഇൻഫോർമൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇതുമില്ല, ഒരു ഫോർമാലിറ്റി ഇല്ല, വളരെ ഇൻഫോർമലും ഭയങ്കര ഇന്റിമേറ്റും ആയിട്ടുള്ളതായിരിക്കണോ? അതോ ലിമിറ്റഡ് ടു ക്ലാസ് റൂം വെച്ച് കാണുമ്പോൾ മാത്രം എന്നുള്ള രീതി, വളരെ ക്ലാസ് റൂം പഠനം എന്നുള്ള രീതി ഭയങ്കര അങ്ങ് റിജിഡ് ആയി പോകണോ? അതോ കോർഡിയൽ ആൻഡ് റെസ്പെക്ട്ഫുൾ, അതെന്ന് വെച്ചാൽ നമുക്കൊരു കണക്ഷനും കാര്യങ്ങളും ഒക്കെ വേണം, കുട്ടികളെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം, റെസ്പെക്ട്ഫുള്ളും വേണം. ഇൻഡിഫറൻറ്റ്, ഇതൊന്നുമല്ല ഭയങ്കര വിചിത്രമായിട്ട് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്യണോ? സ്ട്രേഞ്ച് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണോ? അങ്ങനെയൊന്നുമല്ല. എന്താണ് കോർഡിയലും റെസ്പെക്ട്ഫുള്ളും. എന്താണ് കുട്ടികൾ ടീച്ചറിനെ ബഹുമാനിക്കും, ടീച്ചർക്കും എന്താണ് അവരോടൊരു ബഹുമാനം. ഓരോ കുട്ടികൾക്കും എന്താണ് ഈ പറഞ്ഞിട്ടുള്ള എക്സ്ക്യൂസ് മീ ഒന്ന് മ്യൂട്ട് ചെയ്യുവാണേ. ഓക്കെ, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. അപ്പൊ എന്താണ് ഒരു ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? കോർഡിയലും റെസ്പെക്ട്ഫുള്ളും ആയിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് റെസ്പെക്ട് വേണം. ബട്ട് എന്താ ഇവരാരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ടീച്ചറാണ്, ഇത് കുട്ടിയാണ് എന്നുള്ളൊരു ബോധവും വേണം. അതുപോലെ തന്നെ എന്താണ് വളരെ അങ്ങ് റിജിഡായി ക്ലാസ് റൂമിൽ കാണുമ്പോൾ മാത്രം അങ്ങനെ ആയിക്കൂടാ എന്നും പറഞ്ഞ് വളരെ അങ്ങ് ഇൻഫോർമൽ ആയിട്ട് എപ്പോഴും അങ്ങനെയും ആയിക്കൂടാ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം? അങ്ങനെ കോർഡിയൽ ആയിരിക്കണം. ഓക്കെ, അവർക്ക് ടീച്ചറിനോട് കുട്ടിക്ക് ചോദിക്കാൻ പറ്റണം ഒരു ചോദ്യം, അല്ലാതെ ഒരു ശ്വാസം മുട്ടി ഇരിക്കുന്ന ഒരു അവസ്ഥ ആകരുത്. പഠിക്കുന്ന കാര്യത്തെ കുറിച്ചായാലും ഒരു ഡൗട്ട് ചോദിക്കാനോ അതിന് ഫ്രീ ആയിരിക്കണം. അതുപോലെ തന്നെ എന്ത് വേണം? എന്നാൽ ഒരു റെസ്പെക്ട് വേണം, എന്തും ചോദിക്കാം എന്നുള്ള രീതിയിലും ആയിക്കൂടാ. അപ്പൊ അത് ഈ 4 ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് എന്താണ്? കോർഡിയൽ ആൻഡ് റെസ്പെക്ട്ഫുൾ.
ഓക്കെ. The academic performance of students can be improved if parents are encouraged. ഇപ്പം എന്താണ് നമ്മൾ PTA കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് സ്കൂളുകളിലെല്ലാം. പേരന്റ് ടീച്ചർ അസോസിയേഷനാണ്. അതുകൊണ്ട് ടീച്ചർ മാത്രം വിചാരിച്ചാൽ എപ്പോഴും കുട്ടിയെ ഭയങ്കര ഹൈ ലെവലിലോട്ട് എത്തിക്കാൻ പറ്റണമെന്നില്ല. ആരുടെയും കൂടെ സപ്പോർട്ട് വേണം, പേരൻസിന്റെ സപ്പോർട്ട്. ഇപ്പൊ ഹോംവർക്ക് കൊടുത്താൽ അത് ചെയ്യുന്നുണ്ടോ, ഒരു വീട്ടിൽ പോയി പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് ആരുടെ സഹായം പറ്റും, പേരൻസിന്റെ പറ്റും. പിന്നെ മോറോവർ എന്താണ്, ഒരു ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ ഒരു ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ഇവരെല്ലാരെയും ഒരേ സമയത്താണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. ഓരോ കുട്ടിയുടെ ബുദ്ധിമുട്ടും ടീച്ചർ അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ പോലും എന്താണ്, വീട്ടിൽ ചെല്ലുമ്പോൾ കുറച്ചും കൂടെ ഓരോ കുട്ടികളെ സ്പെസിഫിക് ആയിട്ട് അവരുടെ പേരൻസിന്, അപ്പൊ പേരൻസും ടീച്ചറും തമ്മിൽ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഒക്കെ വേണ്ടത്. അപ്പൊ എന്താണ് ഇപ്പൊ കുട്ടിയുടെ ഒരു അക്കാഡമിക് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പേരന്റ് വഴി നമുക്ക് എങ്ങനെ പറ്റുമെന്നാണ്, എന്താണ് പേരന്റ് ചെയ്യേണ്ടതെന്നാണ് നോക്കേണ്ടത്. പേരൻസ് എങ്ങനെ ആയിരിക്കണം, സൂപ്പർവൈസ് ദ വർക്ക് ഓഫ് ദെയർ വാർഡ്, അല്ലെ അറേഞ്ച് എക്സ്ട്രാ ട്യൂഷൻ, റിമെയിൻ അൺകൺസേൺ അബൌട്ട് ഇറ്റ്, ഇന്ററാക്ട് വിത്ത് ടീച്ചർ ഫ്രീക്വന്റ്ലി. അപ്പൊ ഈ 4 ഓപ്ഷൻസിൽ ആദ്യത്തെ ഓപ്ഷൻ എന്താണ്, അവരുടെ വർക്ക് സൂപ്പർ, അവർ കറക്റ്റ് ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ, നേരത്തെ പറഞ്ഞു ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ, അവർ പഠിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ആര്, പേരൻസ്. ഓക്കെ, പേരൻസിന്റെ ഭാഗത്തു നിന്ന് കുട്ടിയുടെ അക്കാഡമിക് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ എങ്ങനെയൊക്കെ ആയിരിക്കും അവർ സൂപ്പർവൈസ് ചെയ്യണം. പിന്നെ എക്സ്ട്രാ ട്യൂഷൻ ഇപ്പൊ അറേഞ്ച് ചെയ്താൽ കുട്ടി അവിടെ ട്യൂഷൻ അറേഞ്ച് ചെയ്യുന്നു, ഇവിടെ ട്യൂഷൻ അറേഞ്ച് ചെയ്യുന്നു, പേരന്റ് എന്താ ശ്രദ്ധിക്കുന്നില്ല, കുട്ടി പഠിക്കുന്നില്ല എന്നൊരു ടീച്ചർ പറയുമ്പോൾ ഡയറക്റ്റ് പേരന്റ് ഒന്നും ചിന്തിക്കാതെ ട്യൂഷൻ അറേഞ്ച് ചെയ്യുക മാത്രം ചെയ്യുകയാണെങ്കിലും എന്താ, പിന്നെയും കുട്ടി പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പേരന്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ട്യൂഷൻ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടോ, ഇല്ലല്ലോ. അപ്പൊ അത് റോങ് ആയിട്ട് ചുമ്മാ ട്യൂഷൻ മാത്രം അറേഞ്ച് ചെയ്യുന്നതുകൊണ്ട്, ട്യൂഷൻ നല്ലതാണ്, ട്യൂഷൻ മോശമൊന്നല്ല, പക്ഷെ എങ്കിലും പേരന്റിന്റെ ഭാഗത്ത് നിന്ന് എന്ത് വേണം, ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്, പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സൂപ്പർവൈസ് ചെയ്യണം. ഓക്കെ, അത് ശ്രദ്ധിക്കണം, അത് നോക്കി കാണണം. അവര് പഠിക്കുന്ന സമയത്ത് പഠിക്കുക തന്നെയാണോ, ഇല്ലെങ്കിൽ അവരോടൊന്ന് ഇന്ററാക്ട് ചെയ്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ. അപ്പൊ അവിടെ ഈ ഓപ്ഷന് സൂപ്പർവൈസ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്നത്. പേരൻസ് എന്ത് ചെയ്യണം, കുട്ടികളുടെ പഠനം സൂപ്പർവൈസ് ചെയ്യണം. പിന്നെ റിമെയിൻ അൺകൺസേൺ അബൌട്ട്, അത് ശ്രദ്ധിക്കാതെ വിടുക, അത് വളരെ റോങ് ആയിട്ടുള്ള കാര്യമാണ്. പേരൻസും കൂടെ ശ്രദ്ധിച്ചാലേ എന്ത് പറ്റൂ, സ്റ്റുഡന്റിന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ടീച്ചർ പറയുവാണെങ്കിൽ അത് ശ്രദ്ധിക്കാതിരിക്കുന്നത് റോങ് ആണ്. ഇന്ററാക്ട് വിത്ത് ടീച്ചറിനെ ഫ്രീക്വന്റ് ആയിട്ട് അങ്ങ് വിളിച്ചുകൊണ്ടിരുന്നാലും എന്ത് പറ്റില്ല, എന്നും പറഞ്ഞ് കുട്ടിയുടെ അക്കാഡമിക് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എപ്പോഴും ടീച്ചർ എന്താണ്, കുറെ പേരുള്ള ഒരു ക്ലാസ് മാനേജ് ചെയ്യുന്ന ഒരു കുട്ടിയെ മാത്രം ടീച്ചറിന് കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഒരു ഓവറോൾ ലെവലിലാണ് ടീച്ചർ മാനേജ് ചെയ്ത് പോകുന്നതും. എല്ലാ നോട്ട്ബുക്ക് ചെക്ക് അതൊക്കെ കാര്യം ശരി തന്നെയാണ്. ടീച്ചർ ചിലപ്പോൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും ഈ കുട്ടിക്ക് പുറകോട്ടാണ്, ടീച്ചറിന്റെ വഴിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ടീച്ചറിന്റെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും സ്കൂളിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ പേരന്റിന്റെ കയ്യിലാണ് കാര്യങ്ങൾ. അപ്പൊ പേരന്റ് എന്ത് ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യേണ്ടതാണ് പേരന്റിന്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി. അപ്പൊ ഈ 4 ഓപ്ഷൻസിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ്, സൂപ്പർവൈസ് ദ വർക്ക് ഓഫ് ദെയർ വാർഡ്സ്. അപ്പൊ പേരന്റ് എന്ത് ചെയ്യണം, അവരൊന്ന് സൂപ്പർവൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് അറ്റൻഷൻ കൊടുക്കുക. ഓക്കെ, ഇതൊക്കെയാണ് പേരന്റിന്റെ ഈ 4 ഓപ്ഷനിൽ ഏറ്റവും ബെസ്റ്റ് സൂപ്പർവൈസ് ചെയ്യുക. ട്യൂഷൻ മാത്രം അറേഞ്ച് ചെയ്തുകൊണ്ട് സക്സസ്ഫുൾ ആയിട്ട് അവർക്ക് അവരുടെ അക്കാഡമിക്സിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ അക്കാഡമിക്സ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാകാൻ എപ്പോഴും സാധിക്കണമെന്ന് ഇല്ല. അത് ശ്രദ്ധിക്കാതിരുന്ന എന്ത് സംഭവിക്കും, അവർക്ക് ഒന്നും കൂടെ എന്താണ്, ഒന്നുകൂടെ താഴ്ത്തു പോകാനേ ചാൻസ് ഉള്ളൂ. ടീച്ചേഴ്സും എത്ര പറയും. ഓക്കെ, അപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്, സൂപ്പർവൈസ് ദ വർക്ക് ഓഫ് ദ വാർഡ്സ് എന്ന് വെച്ചാൽ കുട്ടികൾ. ഓക്കെ, പിന്നെ ലൈവ്ലി ക്ലാസ് റൂം സിറ്റുവേഷൻ, ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ലൈവ്ലി ക്ലാസ് റൂം. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഓൺലൈൻ ക്ലാസ് റൂം നമ്മൾ അത്ര ലൈവ് ആയിട്ടാണോ, ഇതിപ്പോ റെക്കോർഡ് സെഷൻ ആയിട്ട് വരുമ്പോൾ എന്റെ ലൈവ്ലിയുടെ നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ ലൈവ് ആയിട്ട് നടക്കുന്നതല്ല, പിന്നെ ഒരാൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെന്താണ്, ഇപ്പൊ റെക്കോർഡ് ചെയ്യപ്പെടുവാണ്. ഓക്കെ, പിന്നെ ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്. പിന്നെ ലൈവ്ലി ക്ലാസ് റൂം സിറ്റുവേഷൻ, ദർ ഇസ് ലൈക്ക് ലൈവ്ലി ക്ലാസ് എന്താ, നമ്മൾ ഫേസ് ടു ഫേസ്, ഓക്കെ, നമ്മളായിട്ടുള്ള ക്ലാസ് റൂം. അവിടെ ഏറ്റവും പോസിബിൾ ഒക്കേഷണൽ റോൾസ് ഓഫ് ലാഫ്റ്റർ ആണോ, സംഭവം ഇതെല്ലാം കറക്റ്റ് ആണ്, പക്ഷെ നമുക്ക് ഇതൊന്നും അങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റില്ല. റോൾസ് ഓഫ് ലാഫ്റ്റർ ഒക്കെ ക്ലാസ്സുകൾ ഉണ്ടാകാറുണ്ട് ലൈവ് ക്ലാസ്സിൽ. പിന്നെ എന്താ, കംപ്ലീറ്റ് സൈലൻസ് ആണോ, അത് വളരെ റെയർ ആയിരിക്കും അല്ലെ. കംപ്ലീറ്റ് സൈലൻസ് ഒക്കെ ചില സമയങ്ങളിലേ ഉണ്ടാകാറുള്ളൂ. പിന്നെന്താണ്, ഫ്രീക്വന്റ് ടീച്ചർ സ്റ്റുഡന്റ് ഡയലോഗ് ഉണ്ടാകാറില്ലേ ക്ലാസ് റൂംസിൽ? ഉണ്ട്. ടീച്ചേഴ്സിനോട് അവർ ചോദ്യം ചോദിക്കുന്നു, ടീച്ചേഴ്സ് പറയുന്നു, കുട്ടികളോട് ചോദ്യം ചോദിക്കുന്നു, ഒരു ഉത്തരം പറയുന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ്സ് ഉണ്ടാവും. ഇപ്പൊ സ്റ്റോറി ഒക്കെയാ പഠിപ്പിക്കുന്നതെങ്കിലൊക്കെ ഡയലോഗ്സ് ഉണ്ടാകുന്നുണ്ട്. ലൗഡ് ഡിസ്കഷൻ അമോങ് സ്റ്റുഡൻസ് ഇതും ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളതേ ചൂസ് ചെയ്യാവുള്ളൂ.
ഒരു ലൈവ്ലി ക്ലാസ് റൂമിൽ പ്രോപ്പർ ആയിട്ട് സംഭവിക്കേണ്ട എന്താണ് അക്കോർഡിംഗ് ടു ദ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് തിയറി, ഫ്രീക്വന്റ് ആയിട്ടുള്ള ടീച്ചർ സ്റ്റുഡന്റ് ഡയലോഗ്, ഇന്ററാക്ഷൻ, ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻ ഇല്ലെങ്കിൽ ഡയലോഗ്. ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻ ഒരു ഓപ്ഷൻ കണ്ടാലും കറക്റ്റ് ആണ്. ടീച്ചറും കുട്ടിയും തമ്മിലാണ് പറയത്തില്ല, നിങ്ങൾ പരസ്പരം സംസാരിക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുന്നു ടീച്ചർ. അവിടെ ടീച്ചറും കുട്ടിയും തമ്മിലാണ് ഒരു ലൈവ് ആയിട്ടുള്ള ക്ലാസ് റൂമിൽ ഇന്ററാക്ഷൻ. അവർ നേരിട്ട് അവർ ഫേസ് ടു ഫേസ് കാണുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ ഇടയിലാണ് അവിടെ ഡയലോഗോ ഇന്ററാക്ഷനോ നടക്കേണ്ടത്. കംപ്ലീറ്റ് സൈലൻസ് ആയി പോകരുത്. അപ്പൊ കുട്ടികൾ വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാകത്തില്ല. ഒക്കേഷണൽ റോഡ്സ് ഓഫ് ലാഫ്റ്ററും കാര്യങ്ങളും ഒക്കെ വന്ന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ ലൗഡായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും വേറെ ഒന്നും കേൾക്കുന്നില്ല, ആ പാടെ ഒരു ഒച്ചയും ബഹളം. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഒരു ലൈവ്ലി ക്ലാസ് റൂം സിറ്റുവേഷന് വേണ്ടത് എന്താണ്? ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻ ഇല്ലെങ്കിൽ ഫ്രീക്വന്റും ആയിരിക്കണം. അതപ്പോ കുറച്ചും കൂടെ ആക്റ്റീവ് ആണ് ആ ക്ലാസ് എന്നാണ് എന്റെ അർത്ഥം. കുട്ടികൾ ശ്രദ്ധിക്കുന്നുള്ളത് കൊണ്ടല്ലേ അവർ നമ്മളോട് ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ടീച്ചർ പഠിപ്പിക്കുന്നതിന് ഒരു എഫക്റ്റീവ്നെസ് അവിടെ വരുന്നുണ്ട്. അതാണ് ഒരു ലൈവ് ക്ലാസ് റൂമിൽ വേണ്ടത്. If a parent approaches the teacher to do some favor to his or her ward in the examination, എന്താണ്? ഒരു പേരന്റ് വരുവാണ്, എക്സാമിനേഷൻ ആണ്, എന്നിട്ട് പറയണ്ട എന്റെ കുട്ടി ഇങ്ങനെ ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഫേവർ ചെയ്യണേ എന്നുള്ള രീതിയിൽ വന്നൊരു പേരന്റ് പറയുവാണെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യണം? ടീച്ചർ അവിടെ എന്താണ് ചെയ്യേണ്ടത്? എന്റെ കുട്ടിക്ക് അത് അറിയത്തില്ല, ആൻസർ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണേ എന്നൊരു പേരന്റ് പറയുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഒരു ടീച്ചർ, ഒരു നല്ല ടീച്ചർ എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഒരു ടീച്ചർ നല്ലതെന്നൊന്നും പറഞ്ഞ ടീച്ചറിന്റെ ഒരു ധർമ്മം എന്താണ് അവിടെ? ട്രൈ ടു ഹെൽപ്പ് ഹിം. എന്റെ പേരന്റ് പറഞ്ഞ പോലെ പിന്നെന്താ, ഓക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തേക്കാം എന്ന് പറയണോ? അതോ ആസ്ക് ഹിം നോട്ട് ടു ടോക്ക് ഇൻ ദോസ് ടേംസ്, എന്ന് വെച്ചാൽ ആ ഒരു രീതി സംസാരിക്കരുത് എന്ന് നമ്മളിങ്ങനെ എടുത്തടിച്ച പോലെ പറയണോ? എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ഇനി ചോദിച്ചു പോകരുത് എന്നുള്ള രീതിയിൽ പറയണോ? അത് എന്താണ്? റിഫ്യൂസ് പൊളൈറ്റ്ലി ആൻഡ് ഫേംലി. എന്താണ്? വളരെ പൊളൈറ്റ് ആയിട്ട് മാന്യമായിട്ടുള്ള രീതിയിൽ, പക്ഷെ ഉറച്ച രീതിയിൽ. മാന്യമായിട്ട് നമ്മളിങ്ങനെ ചാഞ്ചാടി അന്ന് ഞാൻ പറഞ്ഞേക്കാം, ഇപ്പൊ സാർ ഇങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ അല്ല, ഫോം ആയിട്ട് ഞാൻ ചെയ്യില്ല, ഇനി ഇങ്ങനെ ആവർത്തിക്കരുത് എന്ന് പറയുന്നത് പൊളൈറ്റ് ആയിട്ട്, പ്ലീസ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഭയങ്കര മാന്യമായിട്ട്, അവർക്കും വേദനിക്കരുത് പക്ഷെ നമ്മളൊട്ട് ചെയ്യത്തുമില്ല. ആ ഒരു രീതിയിലായിരിക്കണം എന്ത് പ്രോപ്പർസ് ടീച്ചർ. ആ ഒരു ടൈമിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, അല്ലെങ്കിൽ ആസ് എ ടീച്ചർ ഒരാൾ മനസ്സിലാക്കേണ്ട എന്താണ്? അതൊരു പേരന്റ് ആയതുകൊണ്ട് കുട്ടികളുടെ കൺസേൺ കൊണ്ട് അവർ പറഞ്ഞു പോയതായിരിക്കാം. പക്ഷെ അവര് റോങ് ആയിട്ടുള്ള കാര്യം, അവർ നമ്മളെ ഒരു ഈക്വൽസ് ആണ്, നമ്മളെ പോലെ തന്നെ വേറെ ഏതെങ്കിലും വർക്കൊക്കെ ചെയ്യുന്നവരാണ്, കുറച്ച് സെൽഫിഷ് നീഡ് വന്നുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞു പോയത്. അപ്പൊ എന്താണ്, അങ്ങനെ ചെയ്യുന്നത് പ്രോപ്പർ അല്ല, എന്റെ എത്തിക്സിന് ചേർന്നതല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യില്ല, പ്ലീസ് ഇനി ഇങ്ങനെ പറയരുത്. അതിന് നമ്മളവർ പറഞ്ഞ് മനസ്സിലാക്കുക, അങ്ങനെ ചെയ്താൽ അവൻ പഠിക്കില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ പൊളൈറ്റ് ആയിട്ട്, ഭയങ്കര റൂഡായിട്ട് നിങ്ങൾക്ക് എന്ത് ധൈര്യമുണ്ട് എന്നോട് ഇങ്ങനെ ചോദിക്കാൻ, അങ്ങനത്തെ രീതിയിലായിക്കൂടാ. പിന്നെന്താണ്, ബി ഓക്കെ ആണ്, പക്ഷെ അതിനെക്കാട്ടിലും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് സി ഉള്ളത് കൊണ്ടാണ് നമ്മൾ സി ചൂസ് ചെയ്തത്. ബി അത്യാവശ്യം കറക്റ്റ് ആണ്, അങ്ങനെ സംസാരിക്കരുതെന്ന് പറയാം. പക്ഷെ അതിന്റെ കൂടെ അത് ഭയങ്കര മാന്യമായിട്ട് പറഞ്ഞാൽ അവർക്കും വേദനിക്കില്ല, നമുക്കും വേദനിക്കില്ല. പക്ഷെ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം, നമ്മൾ പറയുന്നില്ല, പറഞ്ഞു കൊടുക്കില്ല എന്നുള്ള കാര്യം ഫോം എന്ന് വെച്ചാൽ ഉറച്ച നിലപാടായിരിക്കണം, പക്ഷെ അത് മാന്യമായ രീതിയിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്ന ഒരു പേരന്റ് ഒരു റോങ് ഡൂയിങ് ചെയ്യാൻ ടീച്ചറിന് ഇങ്ങനെ എൻകറേജ് ചെയ്യുന്ന സമയത്ത് ടീച്ചർ എന്തെടുക്കണം? അത് പൊളൈറ്റ് ആയിട്ട് റെഫ്യൂസ് ചെയ്യണം. ഓക്കെ, പൊളൈറ്റ് എന്ന് പറയുമ്പോൾ ടീച്ചറിന്റെ ഒരു കോർട്ടസി, ഒരു ഡിഗ്നിറ്റി കാണിക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ ഭയങ്കര റൂഡായിട്ട് ബിഹേവ് ചെയ്താൽ പിന്നെ ആ ഒരു ഡിഗ്നിറ്റി അവിടെ വരുന്നില്ലോ. ടീച്ചർ കറക്റ്റ് ചെയ്യുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പൊളൈറ്റ് ആയിട്ട് വേണം ഒരു പേരന്റിനെ കറക്റ്റ് ചെയ്യാൻ. കൂടുതലും കുട്ടിയോട് പിന്നെയും പോട്ടെന്ന് വെച്ചാൽ പേരന്റ് എന്താണ്, നമ്മളെ പോലെ തന്നെ ഈക്വൽ ആണ്. കുട്ടിയെ നമ്മളടുത്ത് വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഒരു, നമ്മുടെ അതേ ഒരു സൊസൈറ്റിയിൽ വരുന്ന ഒരാളാണ്. അപ്പൊ അവരെ ആ ഒരു റെസ്പെക്ട് കൊടുക്കുകയും വേണം. പക്ഷെ അവർ റോങ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ നമ്മൾ അതിനെ പൊളൈറ്റ് ആയിട്ട് റെഫ്യൂസ് ചെയ്യാം. ഓക്കെ, ഫോർ മെയിൻറ്റെയിനിങ് ആൻ എഫക്റ്റീവ് ഡിസിപ്ലിൻ ഇൻ ദ ക്ലാസ് ദ ടീച്ചർ ഷുഡ്. നേരത്തെ പറഞ്ഞ കാര്യം ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ള വെച്ചാൽ എന്താണ്, ഈ പറഞ്ഞ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഉത്തോപ്യൻ കൺസെപ്റ്റിലായിരിക്കണം. ചില കാര്യങ്ങളൊന്നും റിയൽ ലൈഫിൽ അങ്ങനെ അല്ലായിരിക്കും നടക്കുന്നത്. പക്ഷെ നമ്മളൊരു വളരെ നല്ല ക്ലാസ്, നല്ല സിറ്റുവേഷൻ, വഴക്കും ഒന്നും ഇല്ലാത്ത ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ മനസ്സ്. അന്നപ്പോ കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലോട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ കേസിൽ എത്താൻ പറ്റും.
ഫോർ മെയിൻറ്റെയിനിങ് ആൻ എഫക്റ്റീവ് ഡിസിപ്ലിൻ ഇൻ ദ ക്ലാസ് ദ ടീച്ചർ ഷുഡ്. അപ്പം ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ടീച്ചർ എന്ത് ചെയ്യണം? സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്തോ എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടുകൊടുക്കണം. അപ്പം വളരെ ഡിസിപ്ലിൻ ആയിരിക്കും ക്ലാസ്സിൽ. പിന്നെ എന്താണ്? ഡീൽ വിത്ത് ദ സ്റ്റുഡൻസ് സ്ട്രിക്ട്ലി, വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ട് പിൻ ഡ്രോപ്പ് സൈലൻസ്, ആരും അനങ്ങി പോകരുത്, അങ്ങനെ ആയിരിക്കണം. പിന്നെന്താണ്? ഗീവ് ദ സ്റ്റുഡൻസ് സം പ്രോബ്ലം ടു സോൾവ്. എന്തെങ്കിലും പ്രോബ്ലമോ നോട്ടോ എന്തെങ്കിലും എഴുതിക്കോ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ട് പോകണം. പിന്നെ ഡീൽ വിത്ത് ദം പൊളൈറ്റ്ലി ആൻഡ് ഫേംലി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉത്തോപ്യൻ കൺസെപ്റ്റ് ആണ്. എന്ത് ചെയ്യണം? അവർ പൊളൈറ്റ് ആയിട്ട് ഭയങ്കര സ്നേഹത്തോടെ, അന്ന് നമ്മൾ ആരും ഒച്ച വെക്കരുത്, ഈ ടീച്ചർ വരും എന്നുള്ള രീതി ഭയങ്കര എന്താണ് പൊളൈറ്റ് ആയിട്ട് ഫേം ആയിട്ട് വേണം അവരോട് ഡീൽ ചെയ്യാൻ. അവര് പ്രോബ്ലംസ് കൊടുത്ത് ഒരു എന്താ നമ്മളുടെ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് എന്തെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലംസ് എന്താണ്? മാത്സിലെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ കൊടുക്കാൻ ആ ഒരു രീതിയിൽ, ഇല്ലെങ്കിൽ നോട്ട് എഴുതാൻ കൊടുക്കാൻ. അപ്പൊ അവരത് ചെയ്യണമെന്നില്ല, ചിലർ ചെയ്യും ചിലർ ചെയ്യില്ല. ഓക്കെ, ആ ഒരു പ്രോബ്ലം വരും. പിന്നെന്താണ്? ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇരുന്നാലും എന്താ, എത്ര നേരം ഇരുത്തും? ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. പിന്നെ എന്താ, അവര് വിട്ടുകൊടുത്താൽ പിന്നെ വളരെ ഇൻഡിസിപ്ലിൻ ആകാനാണ് ചാൻസ്. അപ്പം ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഒരു പൊളൈറ്റ് ആയിട്ടും ഫേം ആയിട്ടും ഡീൽ ചെയ്യുക. ഉറച്ച നിലപാടായിരിക്കണം, പക്ഷെ അവരോട് മാന്യമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കുക ക്ലാസ്സിൽ ഡിസിപ്ലിൻ വേണം എന്നുള്ള കാര്യം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ കേസിലാണ് കേട്ടോ, ഇതൊന്ന് നോക്കി വെച്ചേക്കുക. എഫക്റ്റീവ് ഡിസിപ്ലിൻ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ്? പൊളൈറ്റ് ആയിട്ടും ഫേം ആയിട്ടും കുട്ടികളുമായിട്ട് ഡീൽ ചെയ്താൽ ഡിസിപ്ലിൻ ക്ലാസ്സിൽ ഉണ്ടാകുമെന്നാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് തിയറി പറയുന്നത്. ഓക്കെ, ആൻഡ് എഫക്റ്റീവ് ടീച്ചിങ് എയ്ഡ് ഈസ് വൺ. എഫക്റ്റീവ് ടീച്ചിങ് എയ്ഡ് ഏതാണ്? കളർഫുള്ളും ഗുഡ് ലുക്കിങ്ങും. ഓക്കെ, ഭയങ്കര കളറൊക്കെ ഉള്ള ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് എയ്ഡ് വേണം ക്ലാസ്സിൽ കൊണ്ടുപോകാൻ. പിന്നെന്താണ്? ആക്ടിവേറ്റ്സ് ഓൾ ഫാക്കൽറ്റീസ്. ഫാക്കൽറ്റീസ് ആരാ? ടീച്ചേഴ്സ്. ഇല്ലെങ്കിൽ ഇത് ഞാൻ കൊണ്ട് കാണിക്കുന്ന സ്റ്റാഫ് റൂമിലെ എല്ലാ ടീച്ചേഴ്സും അടിപൊളിയായിട്ടുണ്ട്, അവർക്ക് ഭയങ്കര സന്തോഷം വരുന്നു, അവരത് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലാകുമ്പോഴാണോ? അത് ഈസ് വിസിബിൾ ടു ഓൾ സ്റ്റുഡൻസ്. പിന്നെന്താണ്? ഈസി ടു പ്രിപ്പയർ ആൻഡ് യൂസ്. നമ്മൾ BEd ഇല്ലെങ്കിൽ DLEd ഈ കോഴ്സുകളിലൂടെ ഒക്കെ കടന്നുപോയ സമയത്ത് നമുക്കറിയാം എന്താണ്, വളരെ വലിയതായിട്ട് നമ്മൾ ചാർട്ടുകൾ എഴുതുമ്പോൾ ടീച്ചേഴ്സ് നമ്മളോട് പറയാറുണ്ട് എന്ത്, വലിയതായിട്ട് എഴുതണം, ബാക്ക് ബെഞ്ച് ഇരിക്കുന്ന കുട്ടിക്ക് പോലും അത് കാണാൻ പറ്റണം. അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കളർഫുൾ ആകുക എന്നുള്ള അവർക്ക് അട്രാക്ഷൻ സീക്ക് ചെയ്യും, അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ കളർഫുൾ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന എന്താണെന്ന് വായിക്കാൻ വയ്യാതെ വന്നാൽ പിന്നെ അതിന്റെ പർപ്പസ് ഉണ്ടോ? ടീച്ചർ എന്തോ കളർഫുൾ ആയിട്ടുള്ള കൊണ്ടുപോകുന്നത്, എന്തുവാണെന്നൊന്നും വായിച്ചിട്ട് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അവിടെ ടീച്ചിങ് നടക്കില്ല, ജസ്റ്റ് അറ്റൻഷൻ സീക്കിംഗ് മാത്രമേ നടക്കത്തുള്ളൂ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഇവൻ ഇപ്പൊ അത്ര കളർഫുള്ളും കാര്യങ്ങളും ഒന്നും അല്ല എന്നുണ്ടെങ്കിലും ലെജിബിൾ ആണ്, വിസിബിൾ ആണ്, എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടിക്ക്, അത് വായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ടീച്ചിങ് പോസിബിൾ ആണ് അല്ലെ? നമ്മളത് പോയിന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കും കാണാം നമുക്കും കാണാം, വായിക്കാനും പറ്റുന്നുണ്ടെങ്കിലാണ് നമ്മൾ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാവും. അല്ല കളർഫുൾ മാത്രമായിട്ട് കാര്യമില്ല. ഫാക്കൽറ്റീസിന് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം കാര്യമുണ്ടോ? വളരെ പാടുള്ള രീതി പ്രസന്റ് ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു 8th പഠിക്കുന്ന ഒരു കുട്ടിക്ക് പഠിക്കുന്ന കാര്യം നമ്മളൊരു ഡിഗ്രി ലെവൽ പോലൊക്കെ കൊണ്ടുവന്ന മേ ബി ടീച്ചേഴ്സ് ഡിഗ്രീസ് ഒക്കെ കഴിഞ്ഞ് വന്നവരായതുകൊണ്ട് അവർക്കത് ഇഷ്ടപ്പെടും, പക്ഷെ കുട്ടിക്ക് അത് മനസ്സിലാവണമെന്നുണ്ടോ? അപ്പോഴും നമ്മുടെ ടീച്ചിങ് എയ്ഡ് എന്തായി? അൺസക്സസ്ഫുൾ ആയി. ഈസി ടു പ്രിപ്പയർ മാത്രം നോക്കിയാൽ ചിലപ്പോൾ ശരിയാകുമോ? ഇല്ല. നമ്മൾ ഇത്രയും വലിയതായിട്ട് എഴുതാൻ മെനക്കെടുന്നില്ല, അത്ര കളർ, അപ്പൊ അറ്റൻഷൻ സീക്കിങ്ങും അവിടെ നടക്കില്ല, ടീച്ചിങ്ങും നടക്കില്ല, ചുമ്മാ കൊണ്ടുപോയിന്ന് മാത്രം ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എഫക്റ്റീവ് ടീച്ചിങ് എയ്ഡ് എങ്ങനെ ആയിരിക്കണം? ഏറ്റവും ലെജിബിളും വിസിബിളും ആയിരിക്കണം. വായിക്കാൻ പറ്റണം, കാണാൻ പറ്റണം. ഓക്കെ, ലെജിബിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് വായിക്കാൻ പറ്റും, എഴുതി വെച്ചത് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഓക്കെ ആകുമ്പോഴാണ് ലെജിബിലിറ്റി വരുന്നത്. ഓക്കെ, ദോസ് ടീച്ചേഴ്സ് ആർ പോപ്പുലർ അമോങ് സ്റ്റുഡൻസ്. അപ്പൊ ടീച്ചേഴ്സ് ഏത് ടൈപ്പ് ഓഫ് ടീച്ചേഴ്സ് ആണ് കുട്ടികൾക്കിടെ കൂടുതൽ പോപ്പുലർ, അല്ലെങ്കിൽ അവർ ഈ ടീച്ചർ വരണം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെടുന്ന എപ്പോഴാണ്? ഇന്റിമസി ഡെവലപ്പ് ചെയ്യുക. ഇന്റിമസി മാത്രം എല്ലാ കുട്ടികൾക്കും എന്താ, ഒരു ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് സ്റ്റുഡന്റ് അല്ല, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റുഡന്റ് ഉണ്ട്. അക്കാഡമിക് ലെവലിലാണെങ്കിലും ഓരോ പേഴ്സൺസ് ആണ്, അവരിൽ ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ഓരോ സ്റ്റുഡന്റ്. എല്ലാവർക്കും എന്താണ്, വളരെ ഇന്റിമേറ്റ് ആയിട്ട് ടീച്ചർ പെരുമാറുന്നത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ ആ ഒരു പോയിന്റ് അത്രയും കറക്റ്റ്. ചിലർക്ക് ഓക്കെ ആയിരിക്കും, ചിലർക്ക് അത് അത്ര ഓക്കെ ആയിരിക്കത്തില്ല. പിന്നെന്താ? ഹെൽപ്പ് ദം സോൾവ് ദെയർ പ്രോബ്ലംസ്. അതാണ് എന്ത്, അവരുടെ ഡിഫിക്കൽട്ടി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതിപ്പോ അക്കാഡമിക്സിലാണെങ്കിലും അല്ലാത്ത കേസിലും അവർ പറയുന്ന ജെന്യൂനിറ്റി ഉണ്ടെങ്കിൽ അതനുസരിച്ച് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യും. ഇപ്പൊ ക്ലാസ് റൂമിൽ ഇന്ന കാര്യങ്ങളില്ല, അത് പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് ചെയ്യുക, അതൊക്കെയാണ് എന്ത്, ഒരു ടീച്ചർ ചെയ്യേണ്ടത്. കുട്ടികളുടെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി അതനുസരിച്ച് അവർ ആക്ഷൻ എടുക്കുക, അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ഇല്ലെങ്കിൽ എന്താണ്, അവാർഡ് ഗുഡ് ഗ്രേസ്. റോങ് എഴുതിയാലും നമ്മൾ മാർക്ക് ഇട്ട് കൊടുത്ത. പിന്നെന്താണ്,
ടേക്ക് ക്ലാസ്സസ്, എക്സ്ട്രാ ട്യൂഷൻ ഫീ ഒക്കെ വാങ്ങിച്ച് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കും പോപ്പുലർ. ഇത് റോങ് ആയിട്ടുള്ള ആൻസർ. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഇതൊരു ടീച്ചറിന്റെ പർപ്പസ് തന്നെ ഡയറക്റ്റ്ലി വരുന്നത് അവർക്ക് സബ്ജക്ട് നോളജ് ഉണ്ടാകുക, കുട്ടികളുടെ ഡിഫിക്കൽട്ടീസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, പിന്നെ അവരുടെ പ്രോബ്ലം എന്താണോ അത് സോൾവ് ചെയ്യുക. ഇപ്പൊ അക്കാഡമിക് ലെവൽ ആണെങ്കിലും അല്ലാതെ എന്തെങ്കിലും ക്ലാസ് റൂം ഇഷ്യൂ ആണെങ്കിലും, ഇപ്പം പുറകെ ഇരിക്കുക, കാണാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ അവരെ ഫ്രണ്ടിലോട്ട് ഇരുത്തുക. ഓക്കെ, അത് മനസ്സിലാക്കി നമ്മൾ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ തന്നെ അവർ കുറെ ഹാപ്പി ആവും. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന പോലെ തോന്നി. ഇന്റിമസി മാത്രം കൊണ്ട് എല്ലാ സ്റ്റുഡൻസിനും വർക്ക്ഔട്ട് ആവണമെന്നില്ല. അപ്പം ഇല്ലെങ്കിൽ ഒരു ഗുഡ് ടീച്ചർ, പോപ്പുലർ അവിടെ വന്നാലും ഗുഡ് ടീച്ചർ എന്താണ്, കുട്ടികളുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുക. പിന്നെന്താ നേരത്തെ നമ്മൾ കണ്ടത്, സബ്ജക്ട് നോളജ് ഉണ്ടായിരിക്കുക, ഡിസിപ്ലിനേറിയലും കമ്പാഷനേറ്റും ആയിരിക്കുക. ഓക്കെ, ദ എസെൻസ് ഓഫ് ആൻ എഫക്റ്റീവ് ക്ലാസ് റൂം എൻവയോൺമെന്റ്. ക്ലാസ് റൂം എൻവയോൺമെന്റ്, ടീച്ചിങ് എയ്ഡ്, ടീച്ചർ, സ്റ്റുഡന്റ്, അവരുടെയൊക്കെ എന്താണ് ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ, ഇതൊക്കെ എന്താണ് ക്ലാസ് റൂമിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ എഫക്റ്റീവ് ക്ലാസ് റൂം എൻവയോൺമെന്റ്, ആ ക്ലാസ് റൂം എങ്ങനെ ആയിരിക്കണം? വെറൈറ്റി ഓഫ് ടീച്ചിങ് എയ്ഡ്സ്, പലതരം ടീച്ചിങ് എയ്ഡ്സ് ഇട്ട് നിറച്ചതായിരിക്കണോ? പിന്നെന്താണ് ലൈവ്ലി സ്റ്റുഡന്റ് ടീച്ചർ ഇന്ററാക്ഷൻ, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലെ, ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻ കറക്റ്റ് ആയിരിക്കണം, അപ്പോഴാണ് അതൊരു നല്ലൊരു ലൈവ്ലി ക്ലാസ് ആവുന്നത്. പിൻ ഡ്രോപ്പ് സൈലൻസ്, ആരും ശബ്ദിക്കുന്നില്ല. ആ നിശബ്ദതയിൽ എന്താണ്, ആർക്കൊക്കെയോ മനസ്സിലാകുന്നു, ആർക്കൊക്കെയോ മനസ്സിലാകുന്നില്ല, ആരൊക്കെയോ ഭയന്നിരിക്കുന്നു, അവർ ടീച്ചർ എന്തോ പറയുന്നതെന്നും അറിയുന്നില്ല, അവരെന്ത് ചിന്തിക്കുമോ എത്രയും പെട്ടെന്ന് ഇത് ക്ലാസ് ഒന്ന് കഴിഞ്ഞിരുന്നു. ചിലർ ശ്രദ്ധിക്കുമായിരിക്കും, പക്ഷെ എന്താണ്, ഇത് എല്ലാ കേസിലും ഒരു ക്ലാസ് റൂം, ഒരു സ്കൂള് അല്ലെങ്കിൽ കോളേജ് എന്ന് പറയുന്ന അവിടുത്തെ ക്ലാസ് റൂം എങ്ങനെയാണ്, കുറെ കുട്ടികളുടെ ഒരു കൂട്ടമാണ്, എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. അപ്പൊ അവിടെ എന്താണ്, പിൻ ഡ്രോപ്പ് സൈലൻസ് കൊണ്ട് മാത്രം അതൊരു എഫക്റ്റീവ് ക്ലാസ് റൂം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഒച്ചയും കേൾക്കുന്നില്ല, ടീച്ചർ പറയുന്നത് മാത്രം കേൾക്കുന്നത് നല്ലൊരു ക്ലാസ് റൂം എന്ന് പറയാൻ പറ്റില്ല. പിന്നെന്താ, സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ, അത് ഈ പിൻ ഡ്രോപ്പ് സൈലൻസിന്റെ വേറൊരു ഓപ്ഷൻ ആയിട്ട് വരും, വേറൊരു സിനോണിം ആയിട്ട് വരും. അതും എന്താണ്, കംപ്ലീറ്റ് ആയിട്ട് അതൊരു പ്രോപ്പർ നല്ല എഫക്റ്റീവ് ആയിട്ട് അവിടെ ടീച്ചിങ് നല്ലോണം നടക്കുന്നു ഒരു ക്ലാസ് റൂം ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. സ്റ്റുഡന്റ് ടീച്ചർ ഇന്ററാക്ഷൻ സ്റ്റുഡന്റ് അല്ല, സ്റ്റുഡന്റ് ടീച്ചർ ഇന്ററാക്ഷൻ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയാം, അവിടെ നല്ലൊരു ടീച്ചിങ് നടക്കുന്നുണ്ട്, ആ ക്ലാസ് റൂം എൻവയോൺമെന്റ് പ്രോപ്പർ ആണ് എന്ന് പറയും, ലൈവ്ലി ക്ലാസ് റൂം ആണ്. കുട്ടികൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് അവർ ചോദ്യം ചോദിക്കുന്നു, ടീച്ചർ പറയുന്നു, ടീച്ചർ കുട്ടിയോട് ചോദ്യം ചോദിക്കുന്നു, കുട്ടി പറയുന്നു, അവിടെ മൊത്തത്തിൽ ആ പഠിപ്പിക്കുന്ന കാര്യം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അതൊരു ലൈവ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം ആണ്, അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് റൂം തന്നെയാണ്. ടീച്ചിങ് എഫക്റ്റീവ് ആയിട്ട് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് നല്ല രീതി നടക്കുന്നുണ്ട്. ടീച്ചിങ് എയ്ഡ് മാത്രം കൊണ്ട് വല്ല രക്ഷയുണ്ട്? അത് മാത്രം കണ്ടിട്ട് അതെല്ലാം അവിടെ നമ്മൾ തൂക്കിയിടുകയോ എടുത്തു വെക്കുകയോ ചെയ്താലും എല്ലാവർക്കും എല്ലാം മനസ്സിലാവണമെന്നില്ല. അവരതിനെക്കുറിച്ച് ചോദിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴുണ്ട് അവർക്ക് എന്തോ മനസ്സിലായി, അവർക്ക് അറിയണമെന്നുണ്ട്, അത് പറഞ്ഞു കൊടുക്കുന്നു, അവിടെ നല്ലൊരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ് നടക്കുന്നു. അപ്പൊ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് റൂം എൻവയോൺമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ലൈവ്ലി സ്റ്റുഡന്റ് ടീച്ചർ ഇന്ററാക്ഷൻ, ഇല്ലെങ്കിൽ സ്റ്റുഡന്റ് ടീച്ചർ ഡയലോഗ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കാര്യം. On the first day of his class, if a teacher, അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഓഫ് ദ ക്ലാസ്, ടീച്ചർ ഈസ് ആസ്ക്ഡ് ബൈ ദ സ്റ്റുഡന്റ് ടു ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ്. ഇപ്പൊ എന്താ, ഒരുമാതിരി എല്ലാവരും കടന്നു പോയിട്ടുള്ള ഒരു ടീച്ചേഴ്സ് ആയിട്ടുള്ള എല്ലാവരും കടന്നു പോകുന്ന ഒരു സാഹചര്യമാണിത്. ആദ്യമായിട്ട് ക്ലാസ്സിൽ ചെല്ലുന്ന ടൈമിൽ കുട്ടികൾ നമ്മളോട് ടീച്ചറിന്റെ പേരെന്താ, ആ ഒരു രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾ ആരാണ് എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചോദിക്കുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. എന്ത് ചെയ്യണം, ആസ്ക് ദം ടു മീറ്റ്, ക്ലാസ് കഴിഞ്ഞിട്ട് എന്നെ വന്ന് കാണും, അപ്പൊ ഞാൻ പറയാം ഞാൻ ആരാണ്, അങ്ങനെ വേണോ? അതോ ടെൽ ദം അബൌട്ട് ഹിംസെൽഫ് ഇൻ ബ്രീഫ്. അപ്പൊ എന്താണ്, ബ്രീഫായിട്ട് ഇതാണ് പേര്, ഇന്നടത്തുനിന്ന് വരുന്നു എന്നുള്ള കാര്യം ബ്രീഫായിട്ട് പറയണോ? പിന്നെങ്കിൽ എന്താണ്, ഇഗ്നോർ ദ ഡിമാൻഡ് ആൻഡ് സ്റ്റാൻഡ് ടീച്ചിങ്, അതൊന്നും ശ്രദ്ധിക്കാതെ പഠിപ്പിക്കാൻ വന്ന കാര്യം പഠിപ്പിച്ചു പോണോ? സ്കോൾ ദ സ്റ്റുഡന്റ് ഫോർ ഹിസ് അൺവാണ്ടഡ് ഡിമാൻഡ്, അത് അവർ പേര് ചോദിച്ചു തരുന്നില്ലെങ്കിൽ ടീച്ചർ ആദ്യമായിട്ട് ക്ലാസ്സിൽ വരുവാണ്, അപ്പൊ ടീച്ചറിന്റെ പേര് എന്തായാലും ടീച്ചർ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ ഉടനെ വഴക്ക് പറഞ്ഞ് അല്ലെങ്കിൽ അടിച്ചവിടെ ഇരുത്തണോ? ഏതാണ് വേണ്ടത്? ടീച്ചർ എന്തും കൂടാണ്, ടീച്ചറിന്റെ ഒരു ക്വാളിറ്റിയാണ് ഇത്, ലീഡർഷിപ്പ് ക്വാളിറ്റി. ഓക്കെ, കുട്ടികൾക്ക് കോൺഫിഡൻസ് കൊടുക്കേണ്ടത് കാരണം ടീച്ചറാണ്. അപ്പൊ അവർ നമ്മളോട് ചോദിച്ചു, അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ, എന്നും ഇനി ഈ ഒരു സബ്ജക്ട് ഡീൽ ചെയ്യുന്ന ഞാനായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഇന്നടത്തുനിന്ന് വരുന്നു, ഇല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ബ്രീഫായിട്ട് പേര്, ഓക്കെ, ജസ്റ്റ് അവർക്ക് കിട്ടേണ്ട നോളജ്, ഓവറായിട്ടും അത് അവിടെ എടുത്ത് പറഞ്ഞേക്കുന്ന ബ്രീഫ് എന്ന്, ആവശ്യമില്ലാതെ ഇങ്ങനെയാണ്, എനിക്ക് ഇതാണ് ഇഷ്ടം അതാണ് ഇഷ്ടം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. അപ്പം ഞാനായിരിക്കും ഇനി തൊട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഡീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയും, നിങ്ങൾ എത്ര വരെ കംപ്ലീറ്റ് ചെയ്തു, എന്നിട്ട് അവരോട് അത് ചോദിച്ചിട്ട്
ക്ലാസ് നമുക്ക് വേണേൽ തുടരും. നമ്മളൊരു ഐഡിയ അവർക്കും പറയാൻ പറ്റണം, ഇത് ഏത് ടീച്ചറാ ഇത് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്കും പറയാൻ അറിയണ്ടേ. അപ്പം അതെന്താണ്, ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആവശ്യമാണ്. അത് അവർക്കും ഒരു പ്രചോദനമാണ്. എവിടെങ്കിലും ചെന്ന, ഏതെങ്കിലും വർക്കിന് ചെന്ന ഇൻട്രൊഡക്ഷൻ ആവശ്യമാണ്, ഇന്റർവ്യൂവിലും കാര്യങ്ങളും. അപ്പൊ അതിനൊരു മോഡലായി നിൽക്കേണ്ടത് ടീച്ചറിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഈ ഒരു 4 ഓപ്ഷനിൽ ഏതാണ്? ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അത് ബ്രീഫ് ആയിട്ട്. ഇതൊന്നും അല്ലാതെ എലാബറേറ്റ് ഇൻട്രൊഡക്ഷൻ ഒരു ആവശ്യമില്ലാതെ എലാബറേറ്റ് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. ഒരു ബ്രീഫ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ മാത്രം മതി. നമ്മൾ ആരാണ്, എന്താണ്, ഏത് സബ്ജക്റ്റ് ആണ് ഡീൽ ചെയ്യുന്നത്, പിന്നെ എന്തെങ്കിലും ആ ക്ലാസ് റൂമിലോട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ, ഇപ്പൊ എനിക്ക് ഇന്ന നോട്ട് വേണം, നമുക്ക് നമ്മുടെ ആ ക്ലാസ് റൂം ആവശ്യങ്ങളും നമുക്ക് അതിന്റെ കൂടെ വേണേ ചേർക്കാവുന്നതാണ്. എല്ലാവരും ഒരു ലെക്ചർ നോട്ട് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും പറയാവുന്നതാണ്. ഓക്കെ. Moral values can be effectively inculcated is included among the students when the teacher ഇപ്പൊ എന്താണ്, ടീച്ചർ എന്തും ആയിരിക്കണം, ടീച്ചറിന് എന്ത് വേണം, നമ്മൾ കുറെ ലൈക്ക് അസസ്മെന്റിന്റെ കാര്യം പഠിക്കാറില്ലേ? നമ്മുടെ എന്തുണ്ട്, ഫോർമേറ്റീവ് അസസ്മെന്റ്, സമ്മേറ്റീവ് അസസ്മെന്റ് അല്ലേ? എന്താണ് ഫോർമേറ്റീവ് അസസ്മെന്റ്, സമ്മേറ്റീവ് അസസ്മെന്റ്? ഫോർമേറ്റീവ് എന്ന് വെച്ചാൽ നമ്മളില്ലേ ടെസ്റ്റ് പേപ്പർ അതുപോലെയൊക്കെ ടേമിൽ നടത്തുന്നതല്ലേ. സമ്മേറ്റീവ് എന്ന് വെച്ചാൽ ഒരു വർഷത്തില് അവസാനം നടത്തുന്നതല്ലേ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. സമ്മേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് അറ്റ് ദ എൻഡ് ഓഫ് എ കോഴ്സ്, ഒരു വർഷത്തിന്റെ അവസാനം ഇല്ലെങ്കിൽ ഒരു സെമസ്റ്ററിന്റെ അവസാനം നടത്തുക. ഇല്ലെങ്കിൽ ചില കേസുകളിൽ എന്താണ്, ഒരു യൂണിറ്റ് തീരുകയില്ല, ടേം ഓണപരീക്ഷ, ചില കേസുകളിൽ എന്ത് സംഭവിക്കലുണ്ട്, ചിലടത്തെന്ന് പറയുമ്പോൾ ആ ഒരു ടേം എൻഡ് ചെയ്യുമ്പോൾ ആ പോർഷൻ അവിടെ തീർന്നു, ഇനി അടുത്ത പോർഷൻ ആയിരിക്കും. ചില CBSE ലെവലിലൊക്കെ വരാറുണ്ട്. അപ്പൊ ഒരു എൻഡിങ് അതുകൊണ്ട് തീരുവാണ്, പിന്നെ അവിടെ ഒരു കറക്ഷൻ പോസിബിൾ അല്ലാത്തതാണ് സമ്മേറ്റീവ്. ഇപ്പം 2ാം ക്ലാസ് പാസ്സായി നമ്മള്, എന്നിട്ട് ഇപ്പൊ 3ാം ക്ലാസ് ചെന്നിട്ട് എന്താ അല്ല കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് അവിടെ പറ്റണമെന്നില്ല. ഓക്കെ, ആ പോർഷൻ അവിടെ കഴിഞ്ഞു, ഇനി നമുക്ക് അവിടെ ഇമ്പ്രൂവ്മെന്റ് പോസിബിൾ ആണ്, നമുക്ക് ഗ്രേഡ് അവാർഡ് ചെയ്ത് വിടുവാണ്. ഫോർമേറ്റീവ് എന്താണ്, ഡ്യൂറിങ് ദ കോഴ്സ് ആണ്. ഓക്കെ, ഫോർ അസസിങ്. ഓക്കെ, ഡ്യൂറിങ് ദ കോഴ്സ് ആണ്. അതിന്റെ ഇടയ്ക്ക് അവിടെ ടീച്ചറിന് എന്ത് പോസിബിലിറ്റി ഉണ്ട്, ഫീഡ്ബാക്ക് കൊടുക്കാം, കറക്ഷൻ കൊടുക്കാം. നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഡിക്റ്റേഷൻ, ടെസ്റ്റ് പേപ്പർ, ഇതൊക്കെ എന്തിനാ നടത്തുന്നത്, എന്തവർക്ക് മനസ്സിലായില്ല അതൊക്കെ ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവിടെ തീരുവല്ല, അവിടെ കറക്ഷന് വേണ്ടിയിട്ടാണ്. ഫോർ ലേണിംഗ് ആണ്, വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേത് എന്താ, റിസൾട്ട് ഓഫ് ലേണിംഗ്. സമ്മേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഓഫ് ആണ് അവിടെ നടക്കുന്നത്. നമ്മൾ പഠിച്ചതിന്റെ എന്താണ്, അതാണ് നമുക്ക് അവിടെ അളക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കറക്ഷൻ അധികം പോസിബിൾ അല്ല. പക്ഷെ ഫോർമേറ്റീവില് ഫോർ ഡെവലപ്മെന്റ്, അവിടെ ഫോർ ലേണിംഗ് ആണ് അവിടെ നടക്കുന്നത്. ടീച്ചറിന്റെ കേസ് എന്ത് വേണം, അസസ്മെന്റ് നമ്മളിലൂടെ തന്നെ. അവിടെ ആ ഒരു അവിടുത്തെ എന്താണ്, നമ്മൾ പഠിപ്പിച്ചോണ്ടില്ലേ, നമ്മളിലൂടെ തന്നെ പഠിക്കുകയാണ്. റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് ആണ് നമ്മൾ ടീച്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ ഈ DLED B.Ed കോഴ്സുകളിലൊക്കെ എന്താണ്, ടീച്ചിങ് റെക്കോർഡ് ചെയ്യപ്പെടാറുണ്ട് അല്ലെ? റെക്കോർഡ് ചെയ്യുന്നത് എന്തിനാണ്, പിയർ ടീച്ചിങ് നടത്താറുണ്ട്. ഇതൊക്കെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ കുറവുകൾ നമ്മൾ തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? നമ്മളൊരു സെൽഫ് അനാലിസിസ് ആണ് അവിടെ നടക്കുക, സെൽഫ് അസസ്മെന്റ് ആണ് അവിടെ റിഫ്ലക്റ്റീവ് ടീച്ചിങ്ങിലൊക്കെ വഴി നടത്തും. നമ്മൾ എന്നും ജേർണൽ എഴുതുന്നു, അതിലൂടെ കടന്നു പോകുമ്പോൾ എന്താ, എത്ര ഇമ്പ്രൂവ്മെന്റ് ആയി, എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, എന്തൊക്കെ കുഴപ്പമാണ് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ എന്താണ്, മോറൽ വാല്യൂസ്. ഇപ്പം ടീച്ചർ പറയുവാണ് കൺസർവ് എനർജി എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് ടീച്ചർ ഒരിക്കലും സ്വിച്ച് ഓഫ് ചെയ്യുന്നില്ല ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ, ഇല്ലെങ്കിൽ അതിനെ കുറിച്ച് ഒരു ഇൻസ്ട്രക്ഷനും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ, ടീച്ചർ പറഞ്ഞത് കുട്ടികൾക്ക് ചെയ്യണം, ടീച്ചർ ചെയ്യുന്നില്ല എന്ന് വല്ലതും എടുത്തവർ ചോദിക്കത്തില്ലേ? അപ്പൊ എന്താണ്, നമ്മൾ തന്നെ ചെയ്തിട്ട് വേണം എന്ത്, അവരെ കൊണ്ട് അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ തന്നെ ഗുഡായിട്ട് വേണം അവരോട് ആ ഒരു മോറൽ വാല്യൂ, ഡിസിപ്ലിൻ, പങ്ക്ച്വൽ ആയിരിക്കണം ക്ലാസ്സിലെന്ന് പറയുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ ടീച്ചർ പങ്ക്ച്വൽ ആയില്ലെങ്കിൽ എന്താണ്, കുട്ടികൾ അത് ക്വസ്റ്റ്യൻ ചെയ്യും, ഇല്ലെങ്കിൽ അവരത് ഫോളോ ചെയ്യുന്നതിനെ കുറിച്ച് ഡൗട്ട് ചെയ്യും. വൈ ഷുഡ് ഐ, അവർ ചെയ്യുന്നില്ല, അവരെന്ത് പറയുന്നതേ ഉള്ളൂ, പിന്നെ ഞാൻ എന്തിനാ ചെയ്യുന്നതെന്നുള്ളൊരു തോന്നൽ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടായിക്കൂടാന്നില്ല. കമ്മിങ് ടു അഡോളസെന്റ് സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ എന്താണ്, വളർന്നു വരുന്ന പ്രായമാണ്, അവർക്ക് എന്തുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ഫോർമൽ ഓപ്പറേഷൻ ലെവലിലൊക്കെ ഉള്ളവരാണ്, മോറൽ ഡെവലപ്മെന്റിലും വളരെ മുന്നിലോട്ട് നിൽക്കുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ അവർ ക്വസ്റ്റ്യൻ ചെയ്ത് ഡൗട്ട് ചെയ്തു എന്നിരിക്കും. അപ്പൊ ആദ്യം എന്താണ് വേണ്ടത്, ടീച്ചർ ഹിംസെൽഫ് അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ മോറൽ വാല്യൂസ്, ബാക്കിയുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യം, ഇപ്പൊ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നുള്ള കാര്യം അതങ്ങനെ പഠിപ്പിച്ച് നമുക്ക് അവിടെ ഒന്നും പ്രത്യേകിച്ച് ചെയ്ത് കാണിക്കാനില്ല. പക്ഷെ മോറൽ വാല്യൂസ് പറയുമ്പോഴത്തേക്ക് നമ്മൾ അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അവർക്ക് അത് പറഞ്ഞു കൊടുക്കാം.
അവർ നമ്മളെ വീക്ഷിക്കുമ്പോഴും എന്താണ്, ആ ശരിയാ അവരങ്ങനെ ശരി ടീച്ചർ എപ്പോഴും ഓഫ് ചെയ്തിട്ടാ പോകുന്നത്. അപ്പൊ അവർക്കും എന്താണ്, ഒരു ദിവസം നമ്മൾ പറഞ്ഞാലും ചെയ്യണം, ഇല്ല വേറൊരു ഇത് ചെയ്തില്ലെങ്കിലും അവര് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം, സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോകണം എന്നുള്ളൊരു ചിന്ത വരും. ഓക്കെ, ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു ഐഡിയ. അപ്പൊ മോറൽ വാല്യൂസ് അതിപ്പോ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്കത് പറയാനുള്ള യോഗ്യത ഇല്ല എന്നുള്ളതാണ്. എസ്പെഷ്യലി ഹൈ ലെവൽ വലിയ കുട്ടികളിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും, കൊച്ചു കുട്ടികൾ നമുക്ക് വേണേ കുഴപ്പമില്ല, നമ്മൾ പറയുന്ന എന്തുകൊണ്ട് പറയുന്നു എന്നൊന്നും ചിന്തിക്കാതെ അവർ ഫോളോ ചെയ്യും. പക്ഷെ കുറച്ച് വലിയ ലെവലിലോട്ട് പറയുമ്പോഴത്തേക്കും എന്താണ്, അവർ ഫോളോ ചെയ്യണമെന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ബി ഗുഡ് ടു അവേഴ്സ്. നമ്മൾ തന്നെ മോറലായിട്ട് വേണം, മോറൽ വാല്യൂസ്. ഇപ്പൊ നമ്മൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ് മനസ്സിൽ ഇതുപോലെ നമ്മൾ പരസ്പരവും നമ്മുടെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഷെയറിങ്ങും കെയറിങ്ങും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്താണ്, അവരത് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കി ചെയ്യുക, നമ്മളും അത് ചെയ്യുക. മോറൽ വാല്യൂസ് എല്ലാവർക്കും നല്ലതാണല്ലോ. അപ്പൊ എന്താണ്, നമ്മൾ തന്നെ പ്രാക്ടീസ്, ടീച്ചർ വൺ ഷുഡ് പ്രാക്ടീസ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് വേണം എന്ത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ട് വേണം നമ്മൾ കുട്ടികളിലോട്ട് മോറൽ വാല്യൂസ് പകർന്നു കൊടുക്കാൻ. ഓക്കെ, ഗ്രേറ്റ് പേഴ്സൺസിന്റെ സ്റ്റോറീസ് പറഞ്ഞാലും എല്ലാ കുട്ടികൾക്കും അത് അപ്ലൈഡ് ആകണം. അവിടെ ഡയറക്റ്റ് ഈ സ്റ്റോറീസ് ഇത് കറക്റ്റ് ആണോ കറക്റ്റ് അല്ലേ, ചിലർക്ക് അത് ഇൻസ്പയറിംഗ് ആകണമെന്നില്ല. ചുമ്മാ ഫ്രീക്വന്റ് ആയിട്ട് അത് ഒരേ കാര്യം പറഞ്ഞു, പക്ഷെ ഇത് പ്രാവർത്തികം ആകുന്നില്ലെങ്കിൽ അവരത് ഫോളോ ചെയ്യണമെന്നില്ല. പിന്നെന്താണ്, ഗോഡസസിന്റെ കാര്യം പറഞ്ഞാലും ചിലർ റിലീജിയസ് ബിലീഫ്സ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവരും അത് ഫോളോ ചെയ്യണം. ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താ, നമ്മളത് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ടീച്ചേഴ്സ് അത് പ്രാക്ടീസ് ചെയ്യുക, അതുവഴി കുട്ടികളിലോട്ട് അത് പകർന്നു കൊടുക്കുക. When some students are deliberately attempting to disturb the discipline of the class by making mischief, what will be your role as a teacher? ഈ കേസുകളിലൊക്കെയാണ് നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് തിയറി വളരെ ലോജിക്കൽ ആയിട്ട് ഉപയോഗിക്കേണ്ടത്. എസ്പെഷ്യലി ആൻസറിങ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ. ഇത് പോയി ക്ലാസ്സിൽ അപ്ലൈ ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ മേ ബി പറ്റത്തില്ലായിരിക്കും, പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് ഞാൻ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ എന്താണ്, ക്ലാസ്സിൽ കുട്ടികൾ വളരെ ഡിസിപ്ലിൻ, ക്ലാസ്സിലെ ഒച്ചയും ബഹളമൊക്കെ അവരെന്തൊക്കെയോ ചെയ്യുകയാണ് ക്ലാസ്സിലെ ഡിസിപ്ലിൻ കളയാൻ വേണ്ടിയിട്ട്. ആ ഒരു അവസ്ഥയിൽ ടീച്ചർ എന്ത് ചെയ്യണം, എക്സ്പെല്ലിംഗ് ദോസ് സ്റ്റുഡൻസ്, അവരെ ക്ലാസ്സിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കുകയാണോ വേണ്ടത്. പിന്നെന്താണ്, ഐസൊലേറ്റ് അവരെ അങ്ങോട്ട് ഒറ്റപ്പെടുത്തുക, നിങ്ങളവിടെ ബാക്കിയുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് ഇപ്പൊ അവരെ ശ്രദ്ധിക്കാതിരിക്കുക, അവരെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒറ്റപ്പെടുത്തി വിടുക, അതാണോ വേണ്ടത്. ഗെറ്റ് ഔട്ട് അടിക്കുന്നതിലെ ക്ലാസ്സിന്റെ സൈഡിലോട്ട് നിർത്തുന്നതും ഒക്കെ ഈ ഐസൊലേറ്റിൽ വരും. റീഫോം ദ ഗ്രൂപ്പ് വിത്ത് യുവർ അതോറിറ്റി. നമ്മൾ കുറെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അതോറിറ്റി എടുത്തിട്ട് അവരെ റീഫോം ചെയ്യുക. ഇങ്ങനെയല്ല, ഭയങ്കരമായിട്ട് മിസ്ചീഫ് ഉണ്ടാക്കുന്ന കുട്ടികളാണ് അവരെ നമ്മൾ ഇന്നത്തേക്ക് നന്നാക്കും എന്നുള്ള, നമ്മൾ ഭയങ്കര ഭരിക്കുന്ന രീതി അവരോട് സംസാരിച്ച്, അങ്ങനെ അച്ഛൻ ഞാനൊരു ടീച്ചറാണ് എന്നുള്ള രീതിയിൽ അവരോട് ചാടിക്കയറി അങ്ങനെ സംസാരിച്ച് അവർ ഇന്നങ്ങ് നന്നാക്കി കളയാം എന്നുള്ള രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യുന്നതാണോ. പിന്നെന്താണ്, ഗീവ് ദം ആൻ ഓപ്പർച്യൂണിറ്റി ടു ഫോർ ഇൻട്രോസ്പെക്ഷൻ. ഇൻട്രോസ്പെക്ഷൻ എന്താണ്, സ്വയം ആത്മപരിശോധന നടത്തുമല്ലേ, നമ്മൾ നമ്മളെ പറ്റി തന്നെ സ്വയം പരിശോധന നടത്തുന്നു. ഓക്കെ, വെരി ഗുഡ്. അത് തന്നെയാണ് ഇൻട്രോസ്പെക്ഷൻ. തിങ്കിങ് അബൌട്ട് തിങ്കിങ്. ഓക്കെ, നമ്മൾ തിങ്കിങ് അബൌട്ട് വൺ സെൽഫ്, നമ്മുടെ ആലോചനയെ കുറിച്ച്. മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് തിങ്കിങ്. ഇൻട്രോസ്പെക്ഷൻ എന്ന് വെച്ചാൽ അവനവന്റെ ഇതിലോട്ട് അവനവൻ തന്നെ ഒന്ന് നോക്കിക്കാണുക, വൺ സെൽഫിലോട്ട് നോക്കുക, നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ തന്നെ നോക്കുന്നത്. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യണം, ആസ് എ ടീച്ചർ നിങ്ങൾ ചെയ്തത് ശരിയാണോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര സമാധാനമായിട്ട് പറയുന്ന ഒരു അവസ്ഥ. ഓക്കെ, ഇതൊരു ക്ലാസ് റൂം എൻവയോൺമെന്റ് ആണെങ്കിൽ കുറച്ച് കുട്ടികൾ ബഹളം ഉണ്ടാക്കുന്നു, അവരുടെ അടുത്ത് നിന്ന് ടീച്ചർ എന്ത് പറയാണ്, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ. അപ്പം നമ്മൾ മനസ്സിൽ ചിന്തിക്കാൻ അവരത് അങ്ങനെ ചെയ്യുന്നു എന്ന് ആലോചിക്കും. പിന്നെന്താണ്, അതിനുശേഷം അവർ മനസ്സിലാക്കുന്നു അവർ ചെയ്ത തെറ്റാണെന്ന്, അങ്ങനെ അവരുടെ ഈ ബിഹേവിയർ നിർത്തുന്നു. ഓക്കെ, ഇതല്ലായിരിക്കും ഒരു റിയൽ ക്ലാസ് റൂമിൽ നടന്നിട്ടുള്ളത്, പക്ഷെ എങ്കിലും തിയറി അനുസരിച്ച് നമ്മൾ ഈ ഓപ്ഷനാണ് ടിക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് പ്രാക്ടിക്കലിന്റെയും ഈ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് തിയറിയുടെയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞ BEdലോ DLEdലോ പഠിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ക്ലാസ് റൂമിൽ പോകുമ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. എന്താണ്, അവർ തന്നെ നിങ്ങൾ ചെയ്തത് ശരിയാണ്. ഇങ്ങനെയൊക്കെ നടക്കുന്നില്ലെന്നല്ല ഞാൻ പറയാം, നടക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ഒറ്റയടിക്ക് അവരുടെ ബിഹേവിയർ ഇമ്പ്രൂവ് ആകുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്
റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് ഇവിടെ ഇതാണ് പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അല്ല ഒറ്റയടിക്ക് അവരെ നല്ലതാക്കി കളയാൻ പറ്റില്ല. ഓരോ ക്ലാസ്സിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കുന്നതായിരിക്കും നടക്കുന്നത്. പക്ഷെ എന്നാലും എന്താണ് അവർ അത്രയും ന്യൂസൻസ് ഉണ്ടാക്കിയിട്ടായിരിക്കും മേ ബി. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളെ നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണോ, ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അവര് അതൊന്ന് വിശകലനം ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് അവരുടെ ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കുട്ടികൾ ഡെലിബറേറ്റ് ആയിട്ട് ഡിസിപ്ലിൻ ബ്രേക്ക് ചെയ്ത ആസ് എ ടീച്ചറിന്റെ റോൾ എന്താണ്, അവർക്കൊരു ഇൻട്രോസ്പെക്ഷനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അതുവഴി അവർ അവരുടെ ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു പ്രൊജക്റ്റഡ് എയ്ഡ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എയ്ഡ്സ് ഉണ്ട്. ഇപ്പൊ ബ്ലാക്ക് ബോർഡ് ഒക്കെ വരുമ്പോഴത്തേക്കും അത് പ്രൊജക്റ്റഡ് എയ്ഡ് അല്ല. ഓക്കെ, അത് 2D ലെവലിലുള്ളതാണ്. ഡയോറാമ ഓക്കെ, അതൊരു 3D എയ്ഡ് ആണ്. ഗ്ലോബും അത് തന്നെയാണ്. എപ്പിഡിയാസ്കോപ്പ് ആണ് ഒരു പ്രൊജക്റ്റഡ് എയ്ഡിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഒന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, പ്രൊജക്റ്റഡ് എയ്ഡ് എന്ന് പറയുന്നത് മറ്റേ സ്മാർട്ട് ക്ലാസ് പ്രൊജക്ഷൻ വരുന്നുണ്ടല്ലോ, അതിന്റെ വേറൊരു ടൈപ്പാണ് എപ്പിഡിയാസ്കോപ്പ് എന്ന് പറയുന്നത്. ഗ്ലോബ് അങ്ങനെ അല്ല, അങ്ങനത്തെ പ്രൊജക്റ്റഡ് എയ്ഡ് ഒന്നും അല്ല, 3D എയ്ഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ബ്ലാക്ക് ബോർഡ് 2D ആണ്. ഡയോറാമ അഗൈൻ ഒരു 3D എയ്ഡ് പോലത്തെ സംഭവമാണ്. എപ്പിഡിയാസ്കോപ്പ് ആണ് ഒരു പ്രൊജക്റ്റഡ് എയ്ഡിന്റെ ഇവിടെ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത്. A teacher is said to be fluent in asking questions if he can ask. അപ്പൊ നല്ലൊരു നമ്മൾ മൈക്രോ ടീച്ചിങ്ങിന്റെ അകത്ത് കുറെ സ്കിൽസ് പഠിക്കാം. പ്രോബിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനത്തെ രീതിയിലുള്ള സ്കിൽസും ടീച്ചറിന് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ടീച്ചർ ആണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഒരു ടീച്ചറിന് അത്രയും സ്കിൽഡ് പ്രോബിങ് ക്വസ്റ്റ്യൻ ക്വാളിറ്റി ഉള്ള ഒരു ടീച്ചർ ആണെന്ന് പറയാൻ പറ്റുന്നത്? എങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും? മീനിങ് ഫുൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണോ, അതോ എത്ര ക്വസ്റ്റ്യൻ, ഇപ്പൊ ഒരു പീരീഡിൽ മാക്സിമം ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ഒരു ടീച്ചറാണോ? പിന്നെന്താണ് മാക്സിമം മീനിങ് ഫുൾ ക്വസ്റ്റ്യന് മെനി മീനിങ് ഫുൾ ക്വസ്റ്റ്യന് ഫിക്സഡ് ടൈം ആണോ? അങ്ങനൊന്നും ഇല്ലല്ലോ. ഫിക്സഡ് ടൈമിന്റെ കാര്യമൊന്നും അവിടെ വരുന്നില്ല. ക്വസ്റ്റ്യനിങ്ങിന്റെ കാര്യത്തിന് എന്താണ്, ഒരു ക്വസ്റ്റ്യനെ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്താ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ആപ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിലാണ് നല്ലൊരു പ്രോബിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൈക്രോ ടീച്ചിങ്ങിൽ നമുക്ക് കുറെ സ്കില്ലുകൾ വരുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ, ഒരു ചാപ്റ്റർ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് ഓരോ സബ്ജക്റ്റിന് ഡിഫറെന്റ് ആയിരിക്കും. എങ്കിലും സ്റ്റിമുലസ് വേരിയേഷന്റെ സ്കില്ലുകൾ, എങ്ങനെ വോയിസ് മോഡുലേഷൻ ചെയ്യുന്നു, എങ്ങനെ ടീച്ചറിന്റെ അവരുടെ ഹാൻഡ്സും ഫേഷ്യൽ മൊമെന്റ്സും ജെസ്റ്റേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു സ്കില്ല്, സ്റ്റിമുലസ് വേരിയേഷൻ. പിന്നുള്ള പ്രോബിങ് ക്വസ്റ്റ്യൻ, ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുന്നത് എങ്ങനെ, അതൊരു സ്കില്ലായിട്ട് വരാറുണ്ട്. പിന്നെന്താണ് ഈ പറഞ്ഞ എങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു, ഇൻട്രൊഡക്ഷൻ എങ്ങനെ വരുന്നു അതുപോലെ തന്നെ എങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അങ്ങനെ കുറച്ച് നമുക്കൊരു സ്കിൽസുകൾ നോക്കാറുണ്ട്. അതിലൊന്നാണ് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്നുള്ളത്. നമ്മുടെ ഈ പറഞ്ഞ ലെസൺ പ്ലാനിന്റെ അകത്ത് വരുന്നതാണ് പഠിപ്പിച്ചതിന് ശേഷം അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ അത് മീനിങ് ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം ഒരു ടീച്ചർ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ടീച്ചറിന് ക്വസ്റ്റ്യനിങ്ങിൽ നല്ല സ്കില്ലുണ്ടെന്ന് പറയാം. ഫിക്സഡ് ടൈമിന്റെ കാര്യമൊന്നും അവിടെ വരുന്നില്ല. അവരെന്ത് വേണം, മീനിങ് ഫുൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ചോദിക്കണം. മെനി മീനിങ് ഫുൾ ക്വസ്റ്റ്യൻ കുറെ ഒന്നും ചോദിക്കണ്ട, ഇപ്പൊ ഒരെണ്ണം ചോദിച്ചാലും മതി. അതെന്തായാലും ആപ്റ്റ് ആയിരിക്കണം. അതുവഴി കുട്ടിക്ക് ആ ഒരു സാഹചര്യത്തിൽ പഠിപ്പിച്ച കാര്യത്തിനെ കുറിച്ചായിരിക്കണം. പിന്നെന്താണ്, അതുവഴി അവർക്ക് ഒന്നിന്റെ ഒരു പുതിയ നോളജ് ഉണ്ടായിരിക്കണം, അവർ തന്നെ എന്തെങ്കിലും നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നതായിരിക്കണം. ഇല്ലെങ്കിൽ ആ ഒരു ചോദ്യം അത്രയും ആ പഠിച്ച വിഷയത്തിനെ കുറിച്ച് തന്നെ ആയിരിക്കണം. അവിടെ ആപ്റ്റ് ആയിരിക്കണം. കുറെ ചോദിക്കണമെന്നില്ല, ഒരെണ്ണം ആണെങ്കിലും മീനിങ് ഫുൾ ആയിരിക്കണം. എങ്കിൽ ടീച്ചറിന് എന്തുണ്ട്, ക്വസ്റ്റ്യനിങ്ങിന്റെ കഴിവുണ്ട്. ക്വസ്റ്റ്യനിങ്ങിൽ ടീച്ചർ ഫ്ലുവന്റ് ആണെന്ന് പറയാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാളിറ്റീസ് ഇസ് മോസ്റ്റ് എസെൻഷ്യൽ ഫോർ എ ടീച്ചർ? നമ്മൾ നേരത്തെ കണ്ടുവന്ന 2-3 എണ്ണത്തിന്റെ വേറൊരു വെറൈറ്റി ആണ്. ഏതാണ്? വീണ്ടും അതേ ആൻസർ തന്നെ. സബ്ജക്ട് എക്സ്പെർട്ടൻസി, സബ്ജക്ട് മാസ്റ്ററി, കണ്ടന്റ് മാസ്റ്ററി, നോളജ് ഇൻ സബ്ജക്ട്. നമ്മുടെ സബ്ജക്റ്റിൽ ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ടീച്ചറിന് വേണ്ട എന്താണ്? ഓരോ ടീച്ചറും ഓരോ വിഷയം എടുക്കുന്നവരായിരിക്കും. അവർ സ്കൂളിലോട്ട് നോക്കുമ്പോൾ ഇല്ലെങ്കിൽ ഒന്നിട്ട് ഇപ്പം ഇത് ഇംഗ്ലീഷ് ടീച്ചർ, അത് മാത്സ് ടീച്ചർ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ടീച്ചർ ബേസിക്കലി എന്താണ് അറിയേണ്ടത്, ഇംഗ്ലീഷ്. മാത്സ് ടീച്ചർ മാത്സ്. അതവരുടെ അത് വേണം. അതാണ് അവരെ ആ ഒരു ജോബിലോട്ട് എത്തിക്കുന്നത്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട വെൽ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യണം, ഡിസിപ്ലിൻ ആയിരിക്കണം, പേഷ്യൻസ് വേണം, എല്ലാം വേണം. പക്ഷെ അതിന്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണം ഇപ്പൊ ഇച്ചിരി വെൽ ഡ്രസ് അല്ലെങ്കിലും പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലായാലും ഓക്കെ ആണല്ലേ. എല്ലാം വേണം, എങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ്? സബ്ജക്ട് നോളജ്. സബ്ജക്ട് നോളജ് കഴിഞ്ഞിട്ട് വേറെ എന്തും വരത്തുള്ളൂ.
ഓക്കെ, പിന്നെ കുട്ടികളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുക. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ള പങ്ക്ച്വാലിറ്റി ആണെങ്കിലും വെൽ ഡ്രസ് ആണെങ്കിലും പേഷ്യൻസ് ആണെങ്കിലും ഒക്കെ വരുന്നത്. Which of the following learner characteristics are likely to influence the effectiveness of teaching aid and evaluation system to ensure positive result? അപ്പൊ എന്താണ് ലേണേഴ്സിന്റെ ക്യാരക്ടേഴ്സ്? ഇത് നമ്മൾ കുറെ ടീച്ചേഴ്സിന്റെ ആയിരുന്നു ഈ പറഞ്ഞിട്ടുള്ള സബ്ജക്ട് നോളജും കാര്യങ്ങളൊന്നും. ഇപ്പൊ ലേണേഴ്സിന്റെ ഈ തന്നിട്ടുള്ളതിൽ കുറച്ച് ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്. ഇതിൽ നല്ല ടീച്ചിങ് ലേണിംഗ്, ടീച്ചിങ് എയ്ഡ്സിന്റെ എഫക്റ്റീവ്നെസ്സും അതുപോലെ തന്നെ എന്താണ് ഇവാലുവേഷൻ സിസ്റ്റവും പോസിറ്റീവ് റിസൾട്ടിലോട്ട് എത്താൻ കുട്ടിയുടെ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വേണ്ടത്? ലേണറിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നേരത്തെ കണ്ടു, റിച്ച് ഓർ പുവർ എങ്ങനെ ആയിക്കോട്ടെ അതൊന്നും വലിയ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നില്ല, എസ്പെഷ്യലി ലേണിംഗിൽ അല്ലെ. കാര്യം എന്താ, ലേണർ തീരുമാനിക്കുക ലേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും അവിടെ വലിയ ഇമ്പോർട്ടന്റ് അല്ല. ലേണേഴ്സ് പേരന്റേജ്, അഗെയിൻ പേരന്റേജ് വരുമ്പോൾ എന്താണ് ബാക്ക്ഗ്രൗണ്ടിലോട്ട് വരും. ബാക്ക്ഗ്രൗണ്ട് ഇമ്പോർട്ടന്റ് അല്ല, അപ്പൊ പേരന്റേജും അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എങ്കിലും വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റില്ല. ഏത് സാഹചര്യമാണെങ്കിൽ കുട്ടിക്ക് പഠിക്കണമെന്ന് വിചാരിച്ചാൽ പഠിക്കാവുന്നതേ ഉള്ളൂ. സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് അതും ഒരു വലിയ തടസ്സമല്ല. പെർഫോമൻസ് ഇൻ ലേണിംഗ് അതൊരു തടസ്സമാണ്. പക്ഷെ അതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള എന്താ പേരന്റേജ് സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഓപ്ഷൻ അവോയ്ഡ് ചെയ്യാം. പിന്നെ ലേണർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് അത് ഇമ്പോർട്ടന്റ് ആണ്. കുട്ടിയുടെ ഇപ്പം എന്താ നേരത്തെ പറഞ്ഞ പോലെ 1ാം ക്ലാസ്സിലെ കുട്ടിയോട് 8ാം ക്ലാസ്സിലെ പോർഷൻ പറഞ്ഞ അവനത് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അത്ര കണ്ട് ഇമ്പോർട്ടന്റ് അല്ല. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്തായാലും പഠിക്കാനാണെങ്കിൽ കുട്ടി പഠിക്കും. പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, കുറച്ച് അതിന് സ്വാധീനമുണ്ട്. പക്ഷെ അവിടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു സീൽ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതും അവോയ്ഡ് ചെയ്യാം. പിന്നെന്താ ലേണേഴ്സിന്റെ മെച്യൂരിറ്റി ലെവൽ, അവരുടെ അവർക്കത് സ്വീകരിക്കുക, അവരുടെ തന്നെ ഏജ് കാര്യങ്ങളും എന്താ ഇപ്പൊ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ എല്ലാ കുട്ടികളും ഒരുപോലെ അത് മനസ്സിലാക്കണം, ഒരേ സമയത്ത് മനസ്സിലാക്കണം. ഇപ്പൊ ഒരു മാത്സ് പ്രോബ്ലം ആണെങ്കിൽ ചിലർ ഒരു 10 പ്രാവശ്യം ചെയ്യുമ്പോൾ മനസ്സിലാകും, ചിലർക്ക് 5 പ്രാവശ്യം എഴുതിയാൽ മതി. അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആണ്, അതിലൊരു കുഴപ്പമില്ല. പക്ഷെ സ്റ്റിൽ അവരുടെ മെച്യൂരിറ്റി ലെവൽ ഡിപ്പെൻഡ് ചെയ്യും അവരുടെ ലേണിംഗിൽ. പിന്നെ എന്താ അക്കാഡമിക് പെർഫോമൻസ്, അവർ പൊതുവെ എങ്ങനെ പഠിക്കുന്നു, അവർ ഇപ്പൊ ഏത് ലെവലിൽ നിൽക്കും, നല്ലോണം പഠിക്കുന്നവർ ആവറേജ് ആണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഡെഫിനറ്റ് ആയിട്ട്. പിന്നെ മോട്ടിവേഷൻ ഡിസ്പോസിഷൻ, അത് അവർക്ക് മോട്ടിവേഷൻ ഉണ്ടോ, അവർക്ക് പഠിക്കാനൊരു ആഗ്രഹം ഉണ്ടോ, താല്പര്യമുണ്ടോ, പഠിച്ചെടുക്കണമെന്നുള്ള ഒരു ഇതുണ്ടോ. ഈ 3 കാര്യങ്ങളും എന്താണ് ഈ 4 ഓപ്ഷൻസിൽ ഫസ്റ്റ് വൺ മൊത്തത്തിലല്ല. ബി എന്ന് പറയുന്നിടത്ത് പെർഫോമൻസ് ഇൻ ലേണിംഗ് ഉണ്ട്, പക്ഷെ പേരന്റേജും സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടും വരുന്നതുകൊണ്ട് നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. ലേണിംഗിൽ കുട്ടി പഠിക്കുന്നതിൽ അത് വലിയ ഇമ്പോർട്ടന്റ് അല്ല. ക്ലാസ് റൂമിൽ കുട്ടി ഇരുന്ന് ടീച്ചർ പറയുന്ന കേൾക്കുമ്പോഴോ അത് മനസ്സിലാക്കുമ്പോഴോ ഈ കാര്യങ്ങളൊന്നും അവിടെ ബാധിക്കുന്നതല്ല. വീട്ടിൽ പോയിട്ടും ഏത് സാഹചര്യങ്ങളും കുട്ടിക്ക് പഠിക്കണമെന്ന് വെച്ചാൽ പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അടുത്തത് എന്താണ്, കുട്ടിയുടെ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അത്ര കണ്ട് ഇമ്പോർട്ടന്റ് അല്ല, അത്ര വലിയ പ്രശ്നമല്ല ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ. ഇവാലുവേഷനിലും അത് വലിയ വിഷയം ആകത്തില്ല. പക്ഷെ എന്താണ് മെച്യൂരിറ്റി ലെവൽ വരുമ്പോൾ ടീച്ചിങ് എയ്ഡ്, ഏത് ടീച്ചിങ് എയ്ഡ് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഫാക്കൽറ്റീസിന് ഇപ്പൊ ഒരു സംഭവം ഫോട്ടോസിന്തസിസ്, അതിന്റെ ഒരു ഡിഗ്രി ലെവൽ കാര്യങ്ങൾ നമ്മൾ ടീച്ചിങ് എയ്ഡ് ആയിട്ട് കാണിച്ചാൽ ഒരു 7ാം ക്ലാസ്സുകാരനോ 8ാം ക്ലാസ്സുകാരനോ അത് മനസ്സിലാകണമെന്നില്ല. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇവാലുവേഷൻ സിസ്റ്റം, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇവർ ഇന്ന ക്ലാസ്സിലുള്ളവർക്ക് ഇത്ര ഒരു കപ്പാസിറ്റി മനസ്സിലാക്കി വേണം ഇവാലുവേറ്റ് ചെയ്യാൻ. അല്ലാതെ അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ പേരന്റേജോ നോക്കി ഇവാലുവേഷൻ നടത്തേണ്ട ഒരു കാര്യവും ഇല്ല. പിന്നെ എന്താണ് അവരുടെ അക്കാഡമിക് പെർഫോമൻസ്, അവരെ പൊതുവെ എങ്ങനെയാണ്, അവർ നേരത്തെ എങ്ങനെയായിരുന്നു, ഇതെല്ലാം നമ്മൾ ഇവാലുവേഷൻ അത് വെച്ചിട്ടായിരിക്കണം ഇപ്പം പ്രോഗ്രസ് കാർഡ് കാര്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്യുമ്പോൾ അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. പിന്നെ അവരുടെ മോട്ടിവേഷണൽ ഡിസ്പോസിഷൻ, അത് വൈകിയ നമ്മൾ പ്രോഗ്രസ് കാർഡിന്റെ കാര്യമൊക്കെ വരുമ്പോൾ അവർക്ക് പഠിക്കാൻ ഒരു ഇതുണ്ടോ, നമ്മൾ ക്രിയേറ്റീവ് ലെവൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴൊക്കെ നമുക്ക് അത് അറിയാൻ പറ്റും. അവർ പുതിയൊരു കാര്യം ഇട്ടാൽ അവരത് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, ആ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇവാലുവേഷനിലെല്ലാം നോക്കുമല്ലോ. അവരുടെ മാർക്ക് ഇട്ട് കൊടുക്കുക എന്ന് മാത്രമല്ല, ഇതിങ്ങനെ അതിന്റെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുമ്പോഴോ ഇല്ലെങ്കിൽ ചില ക്യാരക്ടറിസ്റ്റിക്സിന്റെ അവിടെ അവർക്ക് ഗ്രേഡ് കൊടുക്കുമ്പോഴോ അവരുടെ പ്രോഗ്രസ് എഴുതുമ്പോഴോ ഒക്കെ എന്താണ് ഈ പറഞ്ഞ ഓപ്ഷൻ ഡി കിടക്കുന്ന കാര്യങ്ങളുടെ ബേസിസിലാണ് അവരുടെ റിസൾട്ട് വരുന്നത്. ഓക്കെ, അല്ലാതെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ പേരന്റേജോ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ ഒന്നും അല്ല കുട്ടിയുടെ ആരും നോക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് അഫക്ട് ടീച്ചിങ്? ഇവിടെ 7 ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ടീച്ചിങ്ങിനെ അഫക്ട് ചെയ്യുന്നത്? ടീച്ചേഴ്സ് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, പിന്നെ എന്താണ് ക്ലാസ് മാനേജ്മെന്റ് കൺട്രോൾ, കുറച്ച് അത് ആവശ്യമാണ്. മൊത്തത്തിൽ അത് വേണ്ടാന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ടീച്ചറിനൊരു
ഒരു ചെറിയ ഒരു ഇത് വേണം, മാനേജ്മെന്റ് അവിടെ വേണം. പിന്നെ എന്താ, ലേണറിന്റെ മോട്ടിവേഷൻ. അതെ, മോട്ടിവേറ്റഡ് അല്ലാത്ത ലേണറിനോട് എങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ പഠിക്കുവോ ശ്രദ്ധിക്കുവോ ഇല്ല. അപ്പൊ ലേണറിന്റെ മോട്ടിവേഷനും ഇമ്പോർട്ടന്റ് ആണ്. ടീച്ചേഴ്സ് ബയോഗ്രാഫിക്കൽ ഡാറ്റ, ടീച്ചറിന്റെ ബയോഡാറ്റ അത് അവിടെ ഇമ്പോർട്ടന്റ് ആണോ? പഠിപ്പിക്കുന്ന സമയത്ത്, ഒരു ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന സമയത്തുള്ള കാര്യമാണ് അവിടെ ആണ് അവിടെ പറയുന്നത്. ടീച്ചേഴ്സ് സെൽഫ് എഫിക്കസി, ടീച്ചറിന്റെ ആ ഒരു സബ്ജക്ട് നോളജിൽ അത് ട്രാൻസാക്ട് ചെയ്യാനുള്ള, ടീച്ച് ചെയ്യാനുള്ള എബിലിറ്റി, ആ ടീച്ചറിന്റെ കഴിവ്. ഓക്കെ. പിന്നെ ലേണേഴ്സ് ഇൻട്രസ്റ്റ് ഇൻ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. ടീച്ച് ചെയ്യുമ്പോൾ ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ഉള്ള കാര്യം നമ്മൾ ഓർക്കുമ്പോഴുണ്ട്, ലേണറിന്റെ കോ കരിക്കുലർ ആക്ടിവിറ്റിക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടോ? പിന്നെന്താണ്, ടീച്ചർ സ്കിൽ ഓഫ് മാനേജ്മെന്റ്. ആദ്യം പറഞ്ഞ 1.1 പോലെ ഏകദേശം മാനേജ് ചെയ്ത് ഏകദേശം അതുമായിട്ട് സിമിലർ ആയിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് 6th വൺ, ടീച്ചർ സ്കിൽ ഓഫ് മാനേജ്മെന്റ്. 7th വൺ എന്താണ്, ടീച്ചർ സബ്ജക്ട് നോളജ്. നമ്മൾ എല്ലായിടത്തും കണ്ടതാണ് എന്ത്, സബ്ജക്ട് നോളജ് മസ്റ്റ് ആണ് അല്ലെ. അപ്പോൾ എന്താണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 1, ടീച്ചറിന്റെ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. ടീച്ചറിന് ഒരു കൺട്രോൾ ക്ലാസ് വേണം. അതിന് സ്ട്രിക്റ്റ് ആയിട്ട് അവരെ അടിച്ചിരുത്തുക എന്നുള്ള രീതിയിലല്ല, പൊളൈറ്റ് ആയിട്ട് പറഞ്ഞാലും കുട്ടികൾ ക്ലാസ് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ അവരുടെ ശ്രദ്ധ പോകാതെ, അവർ അനാവശ്യ ടോക്കിൽ പോകാതെ മാനേജ് ചെയ്യാൻ ടീച്ചറിന് പറ്റണം. പിന്നുള്ള എന്താണ്, ലേണർ മോട്ടിവേറ്റഡ് ആയിരിക്കും. ലേണറിന്റെ മോട്ടിവേഷൻ ടീച്ചറിന്റെ സബ്ജക്ട് നോളജ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടിക്ക് പഠിക്കണ്ട എന്നുള്ള രീതിയിൽ ഇരിക്കുവാണെങ്കിൽ ഒരു കാര്യമില്ല. പിന്നെ ടീച്ചറിന്റെ ബയോഡാറ്റ നമുക്കത് എന്താണ്, ഒരു ആപ്ലിക്കേഷൻ ലെവൽ, ഒരു ജോബിലോട്ട് കയറുമ്പോഴൊക്കെ അത് ആവശ്യമുള്ളൂ. കുട്ടികൾക്കിടയിൽ അതൊരു വിഷയമായിട്ട് വരുന്ന, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ അതൊരു വിഷയമായിട്ട് വരുന്ന കാര്യമല്ല. മാനേജ്മെന്റ് ലെവലിലോട്ടൊക്കെ വരുമ്പോൾ പിന്നെ അത് ഇമ്പോർട്ടന്റ് ആയിരിക്കും. കുട്ടിയും ടീച്ചറിന്റെ ഇടയിൽ ടീച്ചറിന്റെ ബയോഡാറ്റ അത്ര കണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് മാനേജ്മെന്റും പ്രിൻസിപ്പളിന്റെ ഇടയിലുള്ള കാര്യമാണ്. ടീച്ചറിന്റെ സെൽഫ് എഫിക്കസി, അതെ, ടീച്ചറിന്റെ ആ ഒരു ടീച്ചിങ് എബിലിറ്റി ഉള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. അവർ എന്തോരം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, എന്തോരം ട്രാൻസാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ള എന്താണ്, സബ്ജക്ട് നോളജ് വേണം. പിന്നെ ഓപ്ഷൻ 1 കിടക്കുന്ന പോലെ ക്ലാസ് മാനേജ് ചെയ്ത് പോകണം. നമ്മൾ പറയുന്നുണ്ട്, ഇവരാരും ശ്രദ്ധിക്കുന്നില്ല, അവർ പല വഴിക്കാണെങ്കിൽ പറഞ്ഞിട്ടും കാര്യമുണ്ട്. അപ്പൊ എന്താണ്, ക്ലാസ് മാനേജ് ചെയ്യാനുള്ള എബിലിറ്റിയും ടീച്ചറിന് വേണം. അപ്പൊ ഇതൊക്കെയാണ് ടീച്ചിങ്ങിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അവിടെ കുട്ടിയുടെ കോ കരിക്കുലർ ആക്ടിവിറ്റി വരുന്ന മൊത്തം ഒരു കരിക്കുലം നോക്കുവാണെങ്കിൽ ഓക്കെ. പക്ഷെ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അവരവിടെ അടങ്ങി ഇരിക്കുന്ന, അല്ലെങ്കിൽ അവരവിടെ എന്താണ്, നമ്മൾ ലിസൺ ചെയ്തിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. അവിടെ കോ കരിക്കുലർ ആക്ടിവിറ്റിയുടെ ഇൻട്രസ്റ്റ് നമ്മൾ നോക്കണം. ഒരു സ്പോർട്സിലോട്ടോ ആർട്സിലോട്ടോ കോമ്പറ്റീഷനിലോട്ടോ ഒക്കെ വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നോർമൽ ടീച്ചിങ്, നോർമൽ ക്ലാസ് റൂം, അവിടെ ഒരു ടീച്ചിങ്ങിനെ അഫക്ട് ചെയ്യുന്ന എന്തൊക്കെയാണ്, നമ്മൾ ടീച്ചർ പഠിപ്പിക്കുമ്പം ആ ഒരു ടൈമിൽ ഏറ്റവും ആവശ്യം ലേണറിന്റെ മോട്ടിവേഷനും ടീച്ചറിന്റെ കൺട്രോളും ടീച്ചറിന്റെ സബ്ജക്ട് നോളജും പിന്നെന്താണ് ടീച്ചറിന്റെ ആ ഒരു ടീച്ചിങ് എബിലിറ്റിയും ഒക്കെയാണ് അവിടെ ആവശ്യം. പിന്നെ അസേർഷൻ, റീസൺ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എസ്പെഷ്യലി സെറ്റിലൊക്കെ നല്ലോണം വരാറുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യങ്ങളും ആ ലെവലിലും ചോദിക്കാം. ഓക്കെ, അസേർഷൻ, എന്താ പറഞ്ഞ റീസൺ എന്നുള്ളത്. അസേർഷൻ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആണ്, അത് വരാൻ ഇന്നതാണ് കാരണമെന്നും പറയുന്നു. അതാണ് ഈ അസേർഷൻ, റീസൺ എന്ന് പറയുന്നത്. അസേർഷൻ എന്താ, ടീച്ചിങ് എയ്ഡ്സ് ഹാവ് ടു ബി കൺസിഡേർഡ് ആസ് എഫക്റ്റീവ് സപ്ലിമെന്റ്സ് ടു ഇൻസ്ട്രക്ഷൻ. അപ്പൊ എന്താ, ടീച്ചിങ് എയ്ഡ്സ് ഇൻസ്ട്രക്ഷനിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് നടക്കുമ്പോൾ ടീച്ചർ ഒരു കാര്യം ട്രാൻസാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ടീച്ചിങ് എയ്ഡ്സ് വളരെ എഫക്റ്റീവ് ആയിട്ടൊരു സപ്ലിമെന്റ്സ് ആണ്. ഒന്നും കൂടെ ഇതിനെ ടീച്ചിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ടീച്ചിങ് എയ്ഡ്സ് എന്നാണ് അസേർഷൻ എയിൽ പറഞ്ഞേക്കുന്നത്. അതൊരു തെറ്റായിട്ടുള്ള കാര്യമല്ല അല്ലേ? അതെ, ടീച്ചിങ് എയ്ഡ്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇപ്പൊ ഒരു കാര്യം, ഇപ്പം ഒരു എന്താ വോൾക്കാനോ പഠിപ്പിക്കുമ്പോഴത്തേക്കും വോൾക്കാനോ അതിന്റെ ഒരു മോഡൽ കൊണ്ടുവച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയി. ഇല്ലെങ്കിൽ അതിന്റെ ഒരു ചാർട്ട് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയി. അപ്പൊ ടീച്ചിങ് എയ്ഡ് നല്ലതാണ്. റീസൺ പറഞ്ഞേക്കുന്നത് ദേ കീപ് ദ സ്റ്റുഡന്റ് ഇൻ ഗുഡ് ഹ്യൂമർ. ഇവിടുത്തെ ഹ്യൂമർ ഉദ്ദേശിക്കുന്ന അവരെ ഹാപ്പി ആക്കി വെക്കുക, അവരെ സന്തോഷിപ്പിച്ച് വെക്കുക, ആ ഒരു ഹാപ്പിനെസ്സിനെയാണ് കാണിക്കുന്നത്. അതാണ് റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അസേർഷൻ എന്താണ്, ടീച്ചിങ് എയ്ഡ്സ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ടീച്ചിങ്ങിന് ഒരു നല്ല ഒന്നും കൂടെ അതിനെ എന്താണ് ബൂസ്റ്റ് ചെയ്യുന്നു, അതിനെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കുന്നു എന്നാണ് എയിലെ അസേർഷൻ. റീസൺ എന്താണ്, അത് കുട്ടികളെ, കാരണം അത് കുട്ടികളെ സന്തോഷിപ്പിക്കുന്നു, കുട്ടികളെ നല്ലൊരു മാനസിക ഹാപ്പി ആക്കി വെക്കുന്നു. അപ്പൊ അതെന്താണ്, അതാണോ കാര്യം? അവര് ഹാപ്പി അല്ല, അവിടെ എന്താണ്, അവിടെ ലേണിംഗ് ആണ് നടക്കേണ്ടത്. അവരെ ഹാപ്പി ആക്കി വെക്കാൻ ക്ലാസ് റൂമിൽ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്താണ്, അവർ കംഫർട്ടബിൾ ആയിരിക്കാൻ പറഞ്ഞ ഫാന്, അങ്ങനെ ഉള്ള പല പല കാര്യങ്ങളുണ്ട്. അത് വേറെ. ടീച്ചിങ് എയ്ഡ്സ് എന്തിനാണ്, അവർക്ക് സന്തോഷം വരാൻ വേണ്ടിയിട്ടുള്ളതല്ല, സ്റ്റുഡൻസിന്
ലേണിംഗ് നടക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്കത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, അവർ ഗുഡായിട്ട് അവിടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നായിരുന്നു റീസൺ എങ്കിൽ ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എ ട്രൂ ആണ്, എ കറക്റ്റ് ആണ്. ടീച്ചിങ് എയ്ഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാകും, അത് സത്യം തന്നെ. അത് ടീച്ചിങ്ങിന് കുറച്ചും കൂടെ ചെറിയ ഓണ കേക്ക് എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ ഒന്ന് എഫക്റ്റീവ് ആക്കും. പക്ഷെ അതിന്റെ റീസൺ കുട്ടികൾക്ക് സന്തോഷം കൊടുക്കുക എന്നുള്ളതല്ല, കുട്ടികൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കുക, അവരുടെ ലേണിംഗ് പ്രോസസ് കുറച്ചും കൂടെ സ്മൂത്ത് ആകുക, അവർക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക, അതൊക്കെയാണ്. അല്ലാതെ ഹാപ്പിനെസിന്റെ എവിടൊക്കെയോ തരുമായിരിക്കും, പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ളതല്ല. അല്ല, കുട്ടികളെ ഹാപ്പി ആക്കാനാണോ, അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാകാനും അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഡീപ്പായിട്ട് അറിയാനും ലേണിംഗ് പ്രോസസ് സ്മൂത്ത് ആകാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ടീച്ചിങ് എയ്ഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എ ട്രൂ ആണ്, ആർ എന്താണ്, ഫോൾസ് ആണ്. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിട്ടിയോ? നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാതെ ചാറ്റ് ബോക്സിൽ, ഇനി വോയിസ് പറയാൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാം. എങ്ങനെ വേണമെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. നമ്മളിപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു ഏരിയ ആണ് ഡീൽ ചെയ്തത്. അപ്പം ഇവിടെ ബേസിക് ആയിട്ട് നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മാത്രം സെറ്റ് ഒതുങ്ങി നിൽക്കില്ല. ഓക്കെ, ജനറൽ പേപ്പർ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മാത്രമേ, നിങ്ങൾക്ക് അറിയാം കുറെ ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഫിലോസഫി, നമ്മുടെ സൈക്കോളജി കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ നമ്മുടെ സോഷ്യോളജി ലെവൽ വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ, NCF, KCF ഇങ്ങനെയുള്ള പല ഏരിയാസ് വരാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഏരിയാസിലെല്ലാം നമുക്ക് ഫാക്ച്വൽ ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്, അല്ലെ? നമുക്ക് ഫാക്ച്വൽ ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഫാദർ, കോഗ്നിറ്റിവിസത്തിന്റെ ഫാദർ ആരാണ്, കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഫാദർ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഉണ്ട്, പിയാഷെ ഉണ്ട്, ബ്രൂണർ ഉണ്ട്, അങ്ങനെ ഓരോരുത്തരൊക്കെ ഉണ്ട്. അത് അങ്ങനെ പഠിച്ചാൽ ഓക്കെ. പക്ഷെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വരുമ്പോൾ ഉള്ള കുഴപ്പം, നമുക്ക് അത് കാണാപ്പാടം പഠിക്കാൻ പറ്റില്ല. ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ്? കുറച്ച് പൊളൈറ്റ് ആയിട്ടുള്ള ലേണിംഗ്, ഹാപ്പി ആയിട്ടുള്ള എൻഡിങ്. നമ്മൾ ഒരു ഉത്തോപ്പിയൻ, ഇപ്പൊ ചിലപ്പോൾ എല്ലാ ക്ലാസ് റൂമുകളിലും നടക്കുന്നില്ലായിരിക്കാം, ഇല്ല ചില വിരളമായ നമ്മുടെ ക്ലാസ്സുകളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലെടുത്തിട്ട് വേണം നമ്മൾ, ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള വളരെ ശാന്തമായ, പറഞ്ഞാലെല്ലാം കേൾക്കുന്ന ഒരു കുട്ടികളുള്ള ഒരു എൻവയോൺമെന്റ്. ഇത്രയും കുറച്ച് എക്സാംസ് എഴുതിയതിന്റെ ബേസിസിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരിതാണ്. പണ്ട് ബിഹേവിയറിസം ആയിരുന്നു, അവിടെ അന്ന് ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ പണിഷ് ചെയ്യുക, ഇല്ല അവരെ കറക്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്, ലേണർ സെൻട്രിക് ആണ്, ടീച്ചർ ഫെസിലിറ്റേറ്റർ ആണ്, ഓക്കെ, കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് ആണ് നടക്കുന്നത്, സ്പൈറൽ കരിക്കുലം ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എന്താണ്, കുട്ടികളെ നമ്മൾ പണിഷ് ചെയ്തുകൂടാ, അവരോട് റൂഡായിട്ട് ബിഹേവ് ചെയ്തുകൂടാ എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ പോളിസീസിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ലേണിംഗ് ഒരു ബർഡൻ ആയിക്കൂടാ, കുട്ടികളോട് വളരെ പൊളൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക, അവരുടെ പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അങ്ങനെയുള്ള ആൻസേഴ്സ് ഒക്കെ. പേരൻസിനോടാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കാര്യം എന്താ, അവര് നമ്മുടെ ഈക്വൽസ് ആണ്, അവരോട് ചാടി കയറാൻ നമ്മളും വർക്ക് ചെയ്യുന്നു, അവരും എന്തോ വർക്ക് ചെയ്യുന്നു. അപ്പൊ അവരോട് നമ്മൾ എന്താണ്, ആ ഒരു റെസ്പെക്ട് കൊടുക്കുക. ഈവൻ ഇഫ് ദേ ആർ റോങ്, വി ഷുഡ് ബിഹേവ് ഇൻ എ പൊളൈറ്റ് ആൻഡ് റെസ്പെക്ട് വേ അക്കോർഡിംഗ് ടു ഡീസൻസി ഓഫ് അവർ ജോബ്. നമ്മുടെ ജോബിന്റെ ഡീസൻസി വെച്ച് എന്താണ്, നമ്മൾ അവരോട് ഭയങ്കര പൊളൈറ്റ് ആയിട്ടും, പക്ഷെ നമ്മൾ ഉറച്ച നിലപാടായിരിക്കണം. പൊളൈറ്റ് ആയെന്നും പറഞ്ഞ് നമ്മൾ ഇങ്ങനെ എന്താ, ആംബിഗ്വസ് എന്ന് പറയും, ആ ഒരു ഓപ്ഷനൊക്കെ വന്നാൽ എടുക്കരുത്. ആംബിഗ്വസ് എന്ന് വെച്ചാൽ ഇങ്ങനെ അതുമല്ല ഇതുമല്ല അങ്ങനെ ആയിക്കൂടാ. നമ്മുടെ ഡിസിഷൻ ഫേം ആയിരിക്കണം, അത് പൊളൈറ്റ് ആയിട്ട് പറയണം. ഓക്കെ, അതാണ് ടീച്ചറിന് വേണ്ടത്. പിന്നെ കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുവാണെങ്കിൽ അവർക്ക് ഇൻട്രോസ്പെക്ഷൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, അതിനുശേഷം അവരുടെ ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വേണം നമ്മൾ മനസ്സിൽ കരുതാൻ. പിന്നെ ഒരു ടീച്ചറിന് വേണ്ട എന്താണ്, പല ഓപ്ഷൻസിനും കണ്ടത് സബ്ജക്ട് നോളജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബേസിക് ആണ്, അത് എന്തായാലും വേണം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണെങ്കിലും വെൽ ഡ്രസ്സിങ് ആണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ. വെൽ ഡ്രസ്സിങ് ഒക്കെ വളരെ കുറച്ച് ഇവിടെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളായിട്ട് വരാറില്ല അക്കോർഡിംഗ് ടു തിയറി. ചിലപ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അങ്ങനെ അല്ലായിരിക്കും, പക്ഷെ നമ്മൾ ആൻസർ ചെയ്യുമ്പോഴത്തേക്കും അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് കുട്ടികളോട് എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അതോ നമുക്ക് ഡൗട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും ഉണ്ടോ ഡൗട്ട് എന്തെങ്കിലും? ഓക്കെ then thank you for your cooperation. If you have any doubts, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പിന്നെ ചോദിക്കാവുന്നതാണ്. Thank you everyone, you can leave the class.
താങ്ക് യു.